പ്രിയമുള്ളവരെ, വിശ്വാസം ഒരു ബോധമായിട്ടാണ് രൂപപ്പെടുന്നത്. ആദ്യം നമ്മളിലൊക്കെ വിശ്വാസം ഒരു ബോധമായിട്ടാണ് ആദ്യം രൂപപ്പെടുന്നത്. ബോധം സീനിയോറിറ്റി പ്രാപിക്കുമ്പോഴാണ് ബോധ്യമായിട്ട് മാറുന്നത്. നിങ്ങളെന്ത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിലും ആദ്യം ബോധതലത്തിൽ ഈ വിഷയം രൂപപ്പെട്ടു വരണം. എങ്ങനെയാണ് ബോധം ഉണ്ടാകണത്? ബോധം ഉണ്ടാകണത് അറിവിലൂടെ ബോധം ഉണ്ടാകും. നമ്മുടെ ബോധത്തിലുള്ള എല്ലാ കാര്യവും അറിവിലൂടെ. അറിവ് എങ്ങനെ നമുക്ക് കിട്ടും? ഇന്ദ്രിയങ്ങളിലൂടെ അറിവ് ലഭിക്കും, അല്ലേ? കണ്ണിലൂടെ, കാതിലൂടെ, അതുപോലെ തന്നെ സ്പർശനത്തിലൂടെ, എല്ലാം പഞ്ചേന്ദ്രിയങ്ങൾ, ത്വക്കൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്, മൂക്കുണ്ട്, എല്ലാം വ്യത്യസ്തങ്ങളായ ഇന്ദ്രിയങ്ങളിലൂടെ. ഞാൻ ദിവസങ്ങളിൽ മുരിങ്ങൂർ ധ്യാനകേന്ദ്രത്തിന് വേണ്ടി ഗുഡ്നസ് ടി വിയിൽ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള ഒരു എപ്പിസോഡ് ചെയ്യുകയായിരുന്നു അവസാനത്തെ. അപ്പോൾ അതിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു മകളോട് അമ്മ പറഞ്ഞത്, നീ നിൽക്കുന്ന താഴ്വരയുടെ അപ്പുറത്ത് ചെല്ലുമ്പോൾ നീ ഒരു ദേവാലയം കാണും. അവിടെ ആക്ച്വലി ദേവാലയമില്ല. ഇവളവിടെ ചെല്ലുമ്പോൾ ഒരു ദേവാലയം അവൾ കാണും. ആ ദേവാലയത്തിൽ നിന്ന് സ്വർഗീയമായ സുഗന്ധമുയരുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ആ ദേവാലയത്തിലെ താഴ്വരയിൽ ചെല്ലുമ്പോൾ ദേവാലയം അവിടെ ഉണ്ട്. ദേവാലയത്തിലെ സുഗന്ധമുണ്ട്. അത് ഇന്നുവരെ കേൾക്കാത്ത അഭവമായ ഒരു സുഗന്ധമാണ്. അവൾ ആ സുഗന്ധം അനുഭവിക്കും. അപ്പോഴും മാതാവ് പറയും, ഈ സ്ഥലം എൻ്റെ മകനോട് പറഞ്ഞ് ലോകത്തിൻ്റെ പാപങ്ങൾക്കും പാപികൾക്കും വേണ്ടി മാനസാന്തത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ ദേവാലയം പണിയാൻ നീ ബഹുമാനപ്പെട്ട വികാരച്ചനോട് പറയണം എന്ന് പറയുമ്പോൾ ആ ദേവാലയം, അതായത് നമ്മൾ ഈ ദേവാലയത്തിൽ ഇവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന സുഗന്ധം ഇവിടെ എങ്ങനെ അനുഭവിക്കുന്നതാണ്? മൂക്കുകൊണ്ട് അനുഭവിക്കുന്നതാണത്. ഒരറിവാണ് ബോധം. ആ പ്രത്യക്ഷീകരണം അങ്ങനെ ശക്തമായ രീതിയിൽ പോയി. ഇപ്പം സഭ അംഗീകരിച്ചൊരു പ്രത്യക്ഷീകരണമാണത് ചരിത്രത്തിലെ. അച്ഛൻ പറഞ്ഞു വരണത്, ദൈവത്തെ മൂക്കുകൊണ്ട് അനുഭവിക്കാം, ദൈവത്തെ കൈകൊണ്ട്. അപ്പോസ്തലന്മാരൊക്കെ കൈകൊണ്ട് അനുഭവിച്ച ആൾക്കാരാണ്. ഇപ്പോൾ ഒന്ന് യോഹന്നാൻ ലേഖനത്തിൽ ഒന്നാമത്തെ ചാപ്റ്ററിൽ 1-ാമത്തെ വചനങ്ങൾ, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത്, ചെവി കൊണ്ട് കേട്ടത്, കൈകൊണ്ട് സ്പർശിച്ച് മനസ്സിലാക്കിയ ജീവൻ്റെ വചനം. ഇപ്പോൾ ആ ബോധം എങ്ങനെ ഉണ്ടാകുന്നതാണ്? ഒന്ന്, കണ്ണുകൊണ്ട് കണ്ട് കർത്താവിനെ കണ്ടതാണ് അവർ. പിന്നെ എന്താണ്? അവർ ചെവി കൊണ്ട് കേട്ടതാണ്. ഇപ്പോഴും നിങ്ങളും ചെവി കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? എന്താ കേട്ടത്? കർത്താവിൻ്റെ വചനം. ഇനി കൈകൊണ്ട് സ്പർശിച്ചത്. അപ്പം ഇങ്ങനെ പഞ്ച ഇന്ദ്രിയങ്ങളിലൂടെ ദൈവത്തിൻ്റെ അറിവ് നമ്മളിലേക്ക് വരും. ഇതിനാണ് വചനം നമ്മൾ കേൾക്കുന്നതിൻ്റെ കാരണം ഇതാണ്. അങ്ങനെ വചനം കേൾക്കുമ്പോൾ എന്താ ഉണ്ടാകണം? നമുക്ക് ബോധം ഉണ്ടാകും. ഈ ബോധം വളരണം. ഓരോരോ ദിവസം ചെല്ലും തോറും ബോധം വളരണം. നമുക്ക് ഹെവി ഡ്യൂട്ടി, ഇപ്പോൾ ഉടമ്പടിയിൽ നിങ്ങൾ വെക്കുന്ന വിഷയം എന്താ? വലിയ ബോധമുള്ള വേണ്ട ഒരു വിഷയങ്ങളാണ് ഉടമ്പടി വരണത്. വലിയ വിശ്വാസബോധം ഉണ്ടാകേണ്ട വിഷയങ്ങൾ, ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള സബ്ജക്റ്റാണ് ഉടമ്പടി വരണത്. അപ്പോൾ ഈ ഉടമ്പടി ഡിമാൻഡ് ചെയ്യുന്ന കുറച്ച് ഡീപ്പൻ കോൺഷ്യസ്നെസ്, ഫെയ്ത്ത് കോൺഷ്യസ്, ഇതിൽ വിശ്വാസി അപ്ഗ്രേഡ് ചെയ്യുകയാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ, ഉടമ്പടിയിൽ ഞങ്ങൾ വെച്ചിരിക്കുന്ന വലിയ കാര്യങ്ങൾ
നിവർത്തിക്കുവാൻ ആവശ്യമായ വലിയ വിശ്വാസ ബോധ്യങ്ങളാൽ വിശ്വാസബോധങ്ങളാൽ ഓ അമ്മേ, പരിശുദ്ധമ്മേ, ഇപ്പോഴ് ദിവ്യകാരുണ്യ ഈശോയോട് പ്രാർത്ഥിച്ച് ഞങ്ങളെ അനുഗ്രഹിപ്പിക്കണമേ. ശ്രുതികട ഉടമ്പടി നമ്മൾ വെച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ഹെവി ഡ്യൂട്ടി വിഷയങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യങ്ങളാണ്. വലിയ കാര്യങ്ങളെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശേഷിക്കും ശേഷിക്കും മണി പവർ, മസിൽ പവർ, അങ്ങനെയുള്ള നമ്മളുടെ ഭൗതികമായ കഴിവിന് അപ്പുറത്തുള്ള കാര്യങ്ങളാണ് വലിയ കാര്യങ്ങൾ, അല്ലേ? ഈ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാണ് എന്ന് നമ്മൾക്ക് വെളിപാട് നൽകിയത് ആരാണ്? പരിശുദ്ധ അമ്മയിലൂടെയാണ് ആ വെളിപാട് കിട്ടിയത്, അല്ലേ? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:49, വിശുദ്ധ ലൂക്കാ സുവിശേഷം 1:49 എന്തിനാണ്? ശക്തനായവൻ ഒന്ന് പറഞ്ഞേ, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അപ്പം രണ്ട് കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് വെളിപ്പെടുത്തിയത്. എന്താണ്? ഒന്ന്, ദൈവം ശക്തനാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾക്ക് ശക്തിയില്ലെങ്കിലും ശക്തനായവൻ നമ്മുടെ കൂടെ ഉണ്ട്. കൈ ഇടിച്ച് കർത്താൻ യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, യേശുവേ ആരാധന. ചേർന്ന് പാടാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു ബോധമായല്ലേ? എന്നാ ബോധമാണ്? രണ്ട് ബോധം ഇപ്പം അച്ഛൻ തന്നിട്ടുണ്ട്. രണ്ട് ബോധം ഇപ്പോൾ അച്ഛൻ കൈമാറിയിട്ടുണ്ട്. എന്താണ്? ഒന്ന്, ദൈവം ശക്തനാണ്, അല്ലേ? ദൈവം ശക്തനാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ അശക്തരാണെങ്കിലും പേടിക്കേണ്ട കാര്യമില്ല. അതൊരു ബോധമാണ്. ദൈവം ശക്തനാണ്. എവിടെ നിന്ന് കിട്ടിയതാണ് ഈ ബോധം? അമ്മ നൽകിയതാണ്. പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയിലൂടെ നൽകിയതാണ്. ഒന്ന് പറഞ്ഞ്, ദൈവം ശക്തനാണ്. ഞാൻ അശക്തനാണെങ്കിലും അശക്തയാണെങ്കിലും ഞാൻ ഭയപ്പെടത്തില്ല. കാരണം എൻ്റെ ദൈവം ശക്തനാണ്. എൻ്റെ ദൈവം ശക്തനാണ്. ശ്രുതികട ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ദൈവം ശക്തനാണെന്നുള്ള ബോധം കിട്ടിയപ്പോൾ അടുത്ത പടി എന്താ? ദൈവം ശക്തനാണ്, പിന്നെ എന്താണ്? ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. ഒന്ന് പറഞ്ഞേ, ദൈവം ശക്തനാണ്, കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. അപ്പം ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുന്നവനാണെങ്കിലുള്ള ഗുണം എന്താണ്? നമ്മൾക്കും പരിശുദ്ധ അമ്മയ്ക്ക് ചെയ്തു കൊടുത്ത പോലെ വലിയ കാര്യങ്ങൾ നമ്മൾക്കും ചെയ്തു തരും. ഉറപ്പല്ലേ? ഈ ഉറപ്പുള്ളവരും കൈവയ്ക്കേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മൾക്കും ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തു തരും. എന്താ കാര്യം എന്നറിയാമോ? ദൈവത്തിലുള്ള എല്ലാം, ദൈവം എന്തെല്ലാം ചെയ്യുന്നു അതെല്ലാം നമുക്കും വേണ്ടി കൂടെ ഉള്ളതാണ്. അതൊരു ബോധമാണ്. ദൈവം എന്തെല്ലാം ലോകത്ത് ചെയ്യുന്നോ, ദൈവം എന്തെല്ലാം ആയിരിക്കുന്നുവോ അതെല്ലാം ദൈവത്തിന് വേണ്ടിയുള്ളതല്ല. എന്താ? നമുക്ക് വേണ്ടിയുള്ളതാണ്. ഇതാരുടെ വിശ്വാസമാണ്? ആരുടെ ബോധമാണിത്? ആദിമസഭയുടെ ബോധമാണ്. ദൈവം എന്തോ ആയിരിക്കുന്നോ അതെല്ലാം നമുക്കും വേണ്ടി കൂടി ആയിരിക്കുന്നതാണ്. ഇതാരുടെ ബോധമാണ്? ആദിമസഭയുടെ ബോധമാണ്. എന്താണ് ആ ബോധം?
ആ ബോധം എന്ന് പറയുന്നത് റോമ 8:41. ശ്രുതികട്ടെ ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. Praise the Lord. Praise the Lord. ആദിമസഭയുടെ ബോധം എന്താണ്? 8:11 റോമ 8:11. പറയുന്നത് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. അപ്പോൾ എന്താ പ്രശ്നം? ഇതാണ് ആദിമസഭയുടെ ബോധം. ഈ ബോധം എങ്ങനെ വന്നതാണ്? ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യും, അല്ലേ? അമ്മയിലാണ് ഈ ബോധം ആദ്യം ഉണ്ടായത്. പരിശുദ്ധാത്മ നിറഞ്ഞപ്പോൾ അമ്മയിലുണ്ടായ ബോധം ലുക്ക 1:49. എന്താണ്? ദൈവം ശക്തനാണ്. പറഞ്ഞേ, ദൈവം ശക്തനാണ്. രണ്ടാമത്തെ ബോധം എന്താണ്? ശക്തനായവൻ ദൈവം എന്ത് ആയിരിക്കുന്നു അത് ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടിയാണ്. പിടിയിട്ടില്ലേ? നിങ്ങൾ ഉടമ്പടി ഹെവി ഡ്യൂട്ടിയുടെ വിഷയം വെക്കുമ്പോൾ ഇത് ദൈവത്തിന് പോലും ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിക്കരുത്. അത് സാത്താൻ്റെ ചിന്തയാണ്. പിടിയിട്ടില്ലേ? അപ്പോൾ ദൈവം ആരാണ്? ദൈവം ശക്തനാണ്. രണ്ടാമത്തേത് എന്താണ്? ദൈവം ശക്തനാണെങ്കിൽ ദൈവം എന്തായിരിക്കണത്? എന്തിനു വേണ്ടിയാണ്? എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാനാണ്. അപ്പോൾ ദൈവം എന്തായിരുന്നാലും അതാർക്ക് വേണ്ടിയാണ്? നമ്മൾക്ക് വേണ്ടിയാണ്. അതാരുടെ ബോധമാണ്? ആദിമസഭയുടെ ബോധമാണ്. അതെവിടെ നിന്ന് കിട്ടുന്നതാണ്? റോമ 8:11. എന്താ പരിപാടി? എന്താ വചനം പറഞ്ഞിരിക്കുന്നത്? റോമ 8:11 യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ്. പറഞ്ഞേ, യേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മൃതശരീരങ്ങൾക്കും നിങ്ങൾ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. അപ്പം ശാരീരികമായ എല്ലാ വിഷയം മൃതമായിരിക്കുന്ന അവസ്ഥയാകാം, മരവിച്ച അവസ്ഥയാകാം. അല്ലാതെ എന്ത് പറ്റും? പരിശുദ്ധാത്മാവ് നിങ്ങൾ വസിച്ചാൽ ഈ ശാരീരികമായ അവസ്ഥകൾ, ഭൗതികം, നമ്മുടെ ഫിസിക്കലായിട്ടുള്ള എല്ലാ സറൗണ്ടിങ്സും ഉയർത്തെഴുന്നേക്കും. കർത്താവ് യേശുക്രിസ്തുവിനെ കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ എപ്പോഴും എൻ്റെ സഹോദരൻ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ശാരീരികമായി ഒരു ശരീരത്തിൽ സംഭവിക്കാവുന്ന മാക്സിമം ട്രാജഡി എന്താണ്? നമ്മുടെ ശരീരത്തിന് സംഭവിക്കാവുന്ന മാക്സിമം ട്രാജഡി എന്താണ്? ചത്തുപോകുക എന്നുള്ളതാണ്, അല്ലേ? അങ്ങനെ ഒരു മനുഷ്യൻ മരിച്ചു പോകുന്നതാണ് ആ മനുഷ്യൻ്റെ ശരീരത്തിന് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ട്രാജഡി. ഇൻ കേസ് അങ്ങനെ വന്നാൽ പോലും നീ യേശുക്രിസ്തു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ മൃത്യ ശരീരത്തെ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിക്കും. കൈയിടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എപ്പോഴാണ് ഉയർപ്പിൻ്റെ പ്രക്രിയ സംഭവിക്കുന്നത്? നിങ്ങൾക്കറിയാമല്ലോ, മരിച്ചവനെപ്പോലെ ഉയർപ്പിക്കുകയാണെങ്കിൽ, നിത്യത അവന് നൽകുകയാണെങ്കിൽ, യേശുവിൽ വിശ്വസിക്കുന്ന മരിക്കയില്ലെങ്കിൽ, നിത്യമായി ജീവിക്കുമെങ്കിൽ, തീർച്ചയായിട്ടും നിൻ്റെ ഭൗതികമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും, മരവിച്ച് കിടക്കുന്നതെല്ലാം, നിൻ്റെ IELTS ആയാലും ശരി പറയില്ല, അച്ഛാ 11ാമത്തെ പ്രാവശ്യം എഴുതിയിട്ടാണ് ഇപ്പോൾ ഉടമ്പടി എടുക്കാൻ വന്നിരിക്കുന്നത്. 11ാമത്തെ പ്രാവശ്യം എഴുതിയിട്ടാണ് ഇപ്പോൾ ഉടമ്പടി എടുക്കാൻ വന്നത്. മരവിച്ച് പോയെന്ന് അർത്ഥം, അല്ലേ? അവളുടെ വിദ്യാഭ്യാസ ജീവിതം മുഴുവനും മരവിച്ച് പോയി. ഇപ്പോൾ ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായി. ആ കുഞ്ഞിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അലക്സാണ്ടർ അച്ഛനാണ് സാക്ഷ്യം എടുത്തത്. ഞാനുണ്ടായിരുന്നു ആ സമയത്ത് അൾത്താറയിൽ. അവളുടെ പ്രശ്നം, അവൾക്ക് ഈ നാളെ ലാസ്റ്റ് ഡേറ്റാണ്. എവിടെ പോകണ്ടേ? വിസ കാലാവധി തീരണ ലാസ്റ്റ് ഡേറ്റാണ്. അവൾ നാട്ടിൽ നിൽക്കുകയാണ്. ഒരു പിടിയില്ലാതെ നിൽക്കുകയാണ്. എല്ലാ പിടിയും വിട്ട് നിൽക്കുകയാണ്. മരവിച്ച് നിൽക്കുകയാണ്. മരവിച്ച ശരീരം, മരവിച്ച ജീവിതം. അവളൊരു മനസ്സിലൊരു പ്ലാൻ ചെയ്ത് എന്താണെന്നറിയാമോ? ഇനി ഞാൻ ഈ മരവിച്ച അവസ്ഥയിൽ നിന്ന് മാറണമെങ്കിൽ അമ്മയുടെ മണ്ണിൽ ചവിട്ടിയാൽ മാത്രമേ എൻ്റെ മുമ്പിലൊരു വഴിയുള്ളൂ. അമ്മയുടെ മുമ്പിൽ ചവിട്ടിയാൽ മാത്രം. കാര്യം ഞാൻ വിസ ക്യാൻസലാകാൻ പോവുകയാണ്. പക്ഷേ ജോലിയൊന്നും ഒത്തിരിയേറെ ആ കമ്പനിയുമായിട്ട് ഒത്തിരിയേറെ കറസ്പോണ്ടൻസി എല്ലാം നടക്കണമുണ്ട്.
പക്ഷേ റിട്ടേൺസ് ഒന്നുമില്ല. ഇവർക്ക് ജോലി ഓഫർ ചെയ്ത കമ്പനിയുമായിട്ട് എല്ലാ പേപ്പറുകളും കൊടുക്കുന്നുണ്ട്. പക്ഷേ വിസ ക്യാൻസലാകുന്ന മുമ്പ് ജോലി കിട്ടണം. അല്ലെന്നുണ്ടെങ്കിൽ ജോലിയും ഉണ്ടാകത്തില്ല, വിസയും ഉണ്ടാകത്തില്ല. നാട്ടിൽ തന്നെ നിൽക്കേണ്ടി വരും, 0 ആയിപ്പോവും. അപ്പോൾ ഇത് ഇത്രയും നാളായിട്ടിത് ജോലി ശരിയാകണില്ല, വിസ ക്യാൻസലാകാൻ പോകുന്നു. ഇപ്പോൾ വിഷ്ണു പ്രശ്നം എന്താണ്? വിസ ക്യാൻസലാകാൻ പോകുന്നതാണ് വിഷയം. അപ്പോൾ അവളൊരു തീരുമാനം എടുത്ത് ഇന്നലെ രാവിലെ എഴുന്നേറ്റപ്പോൾ അമ്മയുടെ മണ്ണി ചവിട്ടിയ, അല്ലാതെ എനിക്ക് ചെയ്യാവുന്ന എല്ലാം കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല. ഇനിയുള്ളത് എന്താണ്? അവസാനത്തെ ആശ്രയം എന്താണ്? അമ്മ പ്രത്യക്ഷപ്പെട്ട മണ്ണി ചവിട്ടണം. അതവൾ ആ സാക്ഷ്യത്തെ അവൾ പറയുന്നുണ്ട്. ഇങ്ങനെ വന്നിട്ട് ഇവൾ ഇവൾ തകർന്ന് തരിപ്പണമായി ഇവിടെ പരക്കം പറഞ്ഞാൽ ഇവിടെ വരണ വണ്ടി ഇറങ്ങിയിട്ട് ഓടി വന്നത് ഇവിടെ നിൽക്കണയാൾക്ക് ഞാൻ ഓർക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, കൗൺസിലിംഗ് ചെയ്തുകൊണ്ട്. ഇവളിങ്ങനെ മാതാവിൻ്റെ മുഖത്തിട്ട് ഇങ്ങനെ കണ്ണെറിഞ്ഞിങ്ങനെ നോക്കി നിൽക്കും. എന്താ? വിസയ്ക്ക് ഇനി 48 മണിക്കൂറുകൾ ക്യാൻസലാകാൻ. എല്ലാം അമ്മയുടെ കയ്യിലാണ്. സമയഘടികാരം നെഞ്ചിച്ചാർത്തി പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ കീഴിലാണ്. സമയമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കൃപാസനത്തിൽ അമ്മ സന്ദേശം നൽകിയത്. സ്തുതിക്കട്ടെ. അതാണ് ദൈവത്തെ അറിയണ ഒരു ബോധം. ഇവളിങ്ങനെ കണ്ണ് ഭ്രാന്തമായി അമ്മയെ നോക്കി അവസാനം ഏൽപ്പിച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞ് ഞാൻ 2 കുഞ്ഞുങ്ങളെ മക്കളിരിക്കണം അവിടെ ചെന്നിട്ടുണ്ട്. അപ്പോഴവിടെ മൊബൈലിൽ ഫോൺ വന്ന്, എന്താണ്? നിൻ്റെ കമ്പനി ജോലി റെഡിയായി കയറി വരാൻ. ഇത്രയുമാണ് സ്പീഡ്. അമ്മയുടെ മുഖത്ത് നോക്കി തിരിയണ സ്പീഡ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഞാൻ ചില സമയത്ത് ഓർക്കുകയും, ഈശോ പറഞ്ഞ വാക്കുകൾ ഏറ്റവും വലിയ വാക്ക്, എല്ലാ വാക്കുകളും വലിയ വാക്കുകളാണ്. പക്ഷെ നമ്മളെ വല്ലാതെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നൊരു വാക്കുണ്ട്. എന്താണെന്നറിയാവോ? ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ്റ്റ്. ഞാൻ നിന്നെ, ഒന്ന് പറഞ്ഞേ, ഞാൻ നിന്നെ ഒരു കാരണവശാലും ഉപേക്ഷിക്കുകയോ അവഗണിക്കുകയോ ഇല്ല. അത് ഒരു പ്രാവശ്യമല്ല. ഇപ്പം ഇത് ആച്ചാനിപ്പ പറഞ്ഞ വാക്ക് ഹെബ്രായർ 13:5 വാക്കാണ്. ഹെബ്രായ ലേഖനം, പൗലോസിൻ്റെ ഹെബ്രായ ലേഖനമാണ്. എന്താണ്? 13:5. ഇത് ആരോടെ പറഞ്ഞ? ആദ്യം ഇത് ജോഷുവയോട് പറഞ്ഞതാണ്. ജോഷുവയോട് ആര് പറഞ്ഞു? മോസസ് പറഞ്ഞു. എവിടെ പറഞ്ഞു? നിയമാവർത്തനത്തിൽ പറഞ്ഞു. നിയമാവർത്തനത്തിൽ അതായത് 31-ാം അധ്യായത്തിൽ ജോഷുവയോട് മോസസ് പറയുന്നതാണ്. എന്താണ്? ഫസ്റ്റ് ഓഫറിങ് നമുക്ക് തന്നിട്ടുള്ള ഉറപ്പ് എന്താ? ദൈവം നമുക്ക്, നീ ശക്തനും ധീരനുമായിരിക്കുക, നീ മുന്നോട്ട് പോവുക. ജീവിതയാത്രയുടെ മുന്നിൽ നിൽക്കുന്ന ഓരോ വ്യക്തിയോടും ബൈബിൾ പറയും. എന്താണ് പറയും? ശക്തനും ധീരനുമായിരിക്കുക, ശക്തയും ധീരയുമായിരിക്കുക. എന്താണ്? ഞാൻ നിൻ്റെ മുമ്പേ വരുമെന്ന്. ഞാൻ നിൻ്റെ മുമ്പേ വരും. നമ്മൾ നിവർത്തനം 31:5 വായിക്കുമ്പോഴും ഹെബ്രായർ പൗലോസിന് എവിടെ നിന്ന് കിട്ടിയതാണ്? ഹെബ്രായർ 13:5 പൗലോസ് പറയും, അറ്റ് എനി കോസ്റ്റ് ഐ വിൽ നോട്ട് ഡിസോൺ യു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു കാരണവശാലും. ഇപ്പം ഇതിന് പറയില്ലേ, പൂർവികരുടെ പാപമാണ് എന്നൊക്കെ പറഞ്ഞില്ലേ ആൾക്കാരൊക്കെ എന്തുമാത്രം തരത്തിൽ വഴി തെറ്റിച്ചൊക്കെ വിടും, പേടിച്ച് ആ ബന്ധനം അഴിക്കണം, ഈ ബന്ധനം അഴിക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ. കർത്താവിൻ്റെ വചനം എന്താ പറയണത്? ബന്ധനമൊക്കെ അവിടെ ഇരിക്കട്ടെ, ഒരു കഥയില്ല, എല്ലാം സ്വപ്ന ബന്ധനങ്ങളാണ്. നീ യേശുക്രിസ്തുവിനെ അർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആർക്ക്? അതാണ്. അതായത് റോമ 8:35 വചനം. അതായത് ശ്രദ്ധിക്കട്ടെ മക്കളെ, കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ. വലിയ ബോധ്യങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചന വെളിപാടിലൂടെ സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി നിയോഗങ്ങളുടെ മേൽ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഭവനരഹിതരെ സ്പർശിക്കണമേ. ജപ്തി നടപടികളിൽ കോടതി കേസിൽ കിടന്നവരെ സ്പർശിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റോമ 8:35 ആർക്ക് അല്ലെങ്കിൽ എന്തിനെ യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നിന്നെ വേർപെടുത്താൻ കഴിയും? എന്തിനാ? പൂർവികരുടെ ദോഷങ്ങൾക്കാ, നമ്മുടെ സ്വന്തം പാപങ്ങൾക്കാ. അതായത് ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ നമുക്ക് മാനുഷികമായ ബലഹീനതയൊക്കെ ഉണ്ടാകാം. നമ്മളത് പരിഹരിക്കാൻ വേണ്ടി ജീവിതകാലം മുഴുവൻ പരിശ്രമിക്കാം.
ആ പരിശ്രമം കാണുന്ന ഒരു ദൈവം നിൻ്റെ എന്താണ് അതിൽ നടന്നെടുക്കുന്നത്? നിൻ്റെ പരിശ്രമമാണോ? അല്ല, മറിച്ചെന്ത്, നിനക്ക് ഈ ദൈവത്തോടുള്ള സ്നേഹമാണ്. ദൈവവേദനേ, ഒരു പാപത്തിൻ്റെ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ വാട്ട് ഗോഡ് കൗണ്ട്സ്, ദൈവം എന്താണ് അതിനെ എണ്ണണത്? നിൻ്റെ പശ്ചാത്താപത്തെയാണ് എണ്ണണത്, പാപത്തിനെതിരെയുള്ള നിൻ്റെ പോരാട്ടത്തെയാണ് എണ്ണണത്. നോ നോട്ട്. പിന്നെ എന്താണ്? നിന്റെ ദൈവസ്നേഹത്തെ. കൈയിടിച്ച് കർത്താസുകളെ റോമ 8:11 നമ്മൾ വായിച്ചതിൻ്റെ അടിസ്ഥാനം എന്താണ്? അതായത് റോമ 8:11 നമ്മൾ വായിച്ചില്ല. അതിൻ്റെ അടിസ്ഥാന വചനം വരുന്നത് റോമ 10:9 ഈ ഫിസിക്കലായിട്ടുള്ള മരവിച്ച അവസ്ഥ സാഹചര്യം. ഇപ്പം അവിടെ കണ്ട അവളുടെ ജീവിതം മരവിച്ച് വന്നതല്ലേ, ഇവിടെ മരവിച്ച് തകർന്നു വന്നതാണ്. ആ സംഭവം പെട്ടെന്നാണ് ടേക്കപ്പ് ചെയ്തത്. അവിടെ എല്ലാം മരവിപ്പെല്ലാം മാറി അവിടെ സന്തോഷിച്ച് സാക്ഷ്യവും പറഞ്ഞാൽ ഇവിടുന്ന് പോണത്. അവൾക്കിവിടെ വരം വരെ സാക്ഷിയില്ല, ഈ നിമിഷം വരെ. ഇവിടെ വന്നു കഴിഞ്ഞ് സംഭവിച്ച കാര്യങ്ങളാണ് എല്ലാം. ഇതിൽ വരുന്ന സംഭവിച്ചു കഴിഞ്ഞാൽ ഈ നമ്മൾ പറയുന്ന യേശുവിനെ മരിച്ചവെന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ്, മരിച്ചവെന്ന് ഉയർപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചത്ത് കഴിഞ്ഞതിന് ശേഷം ഉയർപ്പിക്കുന്ന കേസ് കിട്ടും മാത്രമല്ല, വചനത്തിന് എല്ലാ സമയത്തും ഉയർപ്പിക്കൽ ശക്തിയുണ്ട്. വചനത്തിന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മാത്രമല്ല ഉയർപ്പിക്കൽ ശക്തി. വചനത്തിന് എല്ലാ സമയത്തും ആർക്കാണ് വചനത്തിനെ വിശ്വസിക്കാൻ കഴിയുന്നത്, അവരുടെ എല്ലാം ജീവിതത്തിൽ വചനം ഉയർപ്പിക്കൽ ശക്തി ആപ്ലിക്കബിളാണ്. ആർക്കാണ് വിശ്വസിക്കാൻ കഴിയുന്നത്? ഇപ്പം ആ സമയത്തെല്ലാം വചനം ആരെല്ലാം വിശ്വസിക്കുന്നുവോ ആ വിശ്വസിക്കുന്ന സമയത്തെല്ലാം അവർക്ക് ഈ ഉയർപ്പിക്കൽ ശക്തി തിരിച്ചു വരും. ഇപ്പം സ്ഥലം വിറ്റുമാറാത്ത അവസ്ഥയാകാം. ഇപ്പം സ്ഥലം വിറ്റുമാറാത്ത അവസ്ഥ വരത്തില്ലേ, ജോലി ഇല്ലാത്ത അവസ്ഥ. ഇപ്പം ജിഷ തൃശ്ശൂർ എന്നും പറഞ്ഞ് ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ മെനയെന്നൊരു സാക്ഷ്യം ഉണ്ടായി. ഇപ്പോൾ ഒരു പ്രൊഫസർ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ലോകത്തിലെല്ലാ സമയത്തും സാക്ഷ്യം കേൾക്കുന്ന ഒരു ധ്യാന കേന്ദ്രം എന്നാണ്. സത്യമാണത്, എല്ലാ സമയത്തും. ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജിഷ തൃശ്ശൂരത്തെ ജിഷ ചേച്ചിയുടെ സാക്ഷ്യം എനിക്ക് വളരെ വിചിത്രമായി തോന്നി. അത് മെനയെന്ന് പറഞ്ഞതാണ്. ഇന്ന് യൂട്യൂബിൽ രാത്രി ഇടും. അവിടെ പ്രശ്നം വെച്ചാൽ അവർ ഉടമ്പടി ചെയ്തിരിക്കുന്നത് എന്താണെന്ന് അറിയാം, അവർക്ക് ജോലിയില്ല, ജീവിക്കാനുള്ള. ഇപ്പോൾ ഉടമ്പടി ഇപ്പോൾ ഇതിൽ കഴിഞ്ഞില്ലേ, ഇത് എന്താ കൊറോണ കഴിഞ്ഞപ്പോൾ എല്ലാവരും പാപ്പരായില്ലേ, ജോലിയുമില്ല, കടവുമായി, സാമ്പത്തികമായി, വസ്തു വിൽക്കണില്ല, എല്ലാം കൊണ്ട് തകർന്നിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ജോലിയില്ല. അപ്പം ജോലി ഇല്ലാത്തതിന് വേണ്ടിയാണ് ഇവർ ഉടമ്പടി വെച്ചിരിക്കുന്നത്, സ്ഥിരമായൊരു ജോലി ഇല്ലാത്തതിന്. പക്ഷേ ജോലി എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയത്തില്ല. ഇപ്പോൾ ചില ആൾക്കാരെ ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റത്തില്ല ഇത് എവിടെ നിന്നാണ് കിട്ടുക എന്ന്. എവിടെ നിങ്ങൾ കിട്ടണ കാര്യം ഉണ്ടെങ്കിലാണ് നിങ്ങൾ എഴുതി വെക്കണത്. അച്ഛൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഉടമ്പടി പത്രം പൂരിപ്പിക്കാൻ നേരത്തെ ഇത് എവിടെ നിന്ന് കിട്ടാനാണ്. അപ്പോൾ എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയാമെങ്കിൽ നിങ്ങൾ എഴുതി വെക്കും, അത് അവിടെ നിന്ന് കിട്ടുമല്ലോ എന്ന്. എന്ന് വെച്ചാൽ നിങ്ങളത് ബുദ്ധിയുടെ തലത്തിൽ കൊണ്ടുവരികയാണ്. പക്ഷേ ചില കാര്യങ്ങൾ എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയത്തില്ല. ഈ ചേച്ചിക്ക് അങ്ങനെയാണ്, ജോലി എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയത്തില്ല. ജോലി വേണം, ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല, പക്ഷേ ഇത് എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയത്തില്ല. അപ്പം നമ്മൾക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ആർക്കറിയാൻ പറ്റും? ദൈവത്തിന് അറിയാൻ പറ്റും. അപ്പം അറിയാവുന്ന കാര്യം തന്നെ എഴുതി വെക്കരുത്, അറിയാൻ പാടില്ലാത്ത കാര്യം എഴുതി വെക്കണം. എന്താ കാര്യം? അത് നമുക്കറിയാൻ പാടില്ലെന്നേ ഉള്ളൂ, പക്ഷെ ആർക്കറിയാം? ദൈവത്തിനറിയാം. ഉടമ്പടിയിൽ എഴുതുമ്പോഴേ ഇപ്പോൾ ചേച്ചിക്ക് 2 കാര്യങ്ങൾ അറിയാൻ പാടില്ല. ഒന്നെന്താണ് അറിയാൻ പാടില്ലാത്തത്? ജോലി എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയത്തില്ല, പക്ഷേ ജോലി ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തുമില്ല. അപ്പം ജിഷ തൃശ്ശൂരിൻ്റെ സാക്ഷി ഇന്ന് രാത്രി ഇടും, നിങ്ങളെ കേട്ടാൽ മതി. വേറെ ഒരു കാര്യം കൂടെ അവർ എഴുതി. എന്താ സംഭവം എന്നറിയാമോ? അവരുടെ ഒരു സ്ഥലം വാങ്ങിച്ചവർ പാലക്കാട്, തൃശ്ശൂർക്കാരത്തെയാണ്, പാലക്കാട് ഒരു സ്ഥലം വാങ്ങിച്ച്. ഈ സ്ഥലം വാങ്ങിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, സ്ഥലത്തിന് മുന്നാധാരം അറിയാമല്ലോ. ഇപ്പോൾ ബാങ്കുകാരെ നമുക്ക് ഒരു സ്ഥലത്തിന് ലോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ 30 കൊല്ലത്തെ ബാധ്യത സർട്ടിഫിക്കറ്റ് ചോദിക്കും. ആദ്യം 12, പിന്നെ 15, ഇപ്പോൾ 30 കൊല്ലത്തെ ബാധ്യത സർട്ടിഫിക്കറ്റ് വരെ ചോദിക്കും. കാര്യം അവർ ഈ സ്ഥലം ഈടൊക്കെ എടുക്കണം കഴിയും. അപ്പോൾ ഇങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും ഇവരിത് ബാങ്കിൽ ലോൺ ചെയ്തെടുക്കാത്തത് കൊണ്ട്
ഇവർ നേരിട്ടെടുത്ത സ്ഥലമായതുകൊണ്ട് ഇവർ വലിയ ഒരു അടിപ്പല്ല് വീണ്. കാര്യം സർക്കാരിന് കടമുണ്ടായിരുന്ന ഭൂമിയാണിത്, അതിൻ്റെ ബാധ്യത കിട്ടിയില്ല. ഇവരെടുത്ത സ്ഥലം സർക്കാരിന് ബാധ്യത ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇവരെടുത്തു കഴിഞ്ഞതിന് ശേഷം സർക്കാർ ആ സ്ഥലം നടത്തിയെടുത്തു പോയി. അപ്പോൾ സ്ഥലം പോയി. സർക്കാർ നടത്തിയെടുത്താൽ കിട്ടുക. സർക്കാരിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്കറിയാമല്ലോ. ഈ റെയിൽവേയിലൊക്കെ കൊണ്ട് ആത്മഹത്യ ചെയ്യാലും ആടിടിച്ചാലും കാശ് അങ്ങോട്ട് കൊടുക്കണം. റെയിൽവേനെ കൊണ്ട് ചില ആൾക്കാർ, ചില വലിയന്മാർ കൊണ്ട് റെയിൽവേ കൊണ്ട് ആടനെ കിട്ടത്തില്ലേ. ആട് കറങ്ങി തിരിഞ്ഞ് റെയിൽപ്പാളത്തെ വരെ ട്രെയിൻ ഇടിക്കും. അപ്പോൾ ട്രെയിൻ ഇടിച്ചെന്ന് പറഞ്ഞ് നമുക്ക് കാശ് ഇങ്ങോട്ട് തരുന്നത്, ട്രെയിനൊക്കെ കൊണ്ടുവന്ന് കെട്ടിയതിന് കാശ് അങ്ങോട്ട് കൊടുക്കണം. ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കേസ്. ആ ബോഡി എടുക്കാൻ വന്നവൻ്റെ ബന്ധുക്കൾ 500 രൂപ കൊടുക്കണം. ഇപ്പം സർക്കാരിൻ്റെയൊക്കെ രീതികളതാണ്. സർക്കാരിലേക്ക് ഈ സ്ഥലം അവർക്ക് കടമുണ്ടായിരുന്നതുകൊണ്ട് അവർ നടത്തി, കേസുണ്ടായിരുന്നതാണ് കോടതി, അവർ നടത്തിയെടുത്ത്. അപ്പോൾ സ്ഥലം പോയി. അപ്പം സർക്കാരിലേക്ക് പോയ സ്ഥലം കടയിൽ കായം കലക്കണ പോലെയാണ്, പിന്നെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു വിഷയം അവർ എഴുതേണ്ട കാര്യമില്ലല്ലോ, ഉടമ്പടി എഴുതേണ്ട കാര്യമുണ്ടോ? ഇല്ല. സർക്കാർ എടുത്തു പോയ സ്ഥലമാണ്, കേസ് നടത്തി സർക്കാർ എടുത്തതാണ്, അവരെഴുതിയില്ല. പക്ഷേ അമ്മയുടെ അടുത്തല്ലേ വന്നെന്ന് വിചാരിച്ചുകൊണ്ട് രണ്ടാമത്തതായിട്ട് ഞങ്ങളുടെ പാലക്കാടത്തെ സ്ഥലം കൂടി എഴുതി വെച്ചു. സ്റ്റോറി പോണ രീതി നോക്കണം. ഞങ്ങളുടെ പാലക്കാടത്തെ സ്ഥലം കൂടി എഴുതി വെച്ചു. ഇവർക്കറിയാൻ കിട്ടത്തില്ലെന്ന് അറിഞ്ഞുകൊണ്ട് എഴുതിക്കാൻ ഉടമ്പടിയുടെ ഒരു സാധനമാണ്. ഉടമ്പടി ചെയ്ത് അവർ വീട്ടിൽ പോകുന്നു. 2 കാര്യത്തിനാണ്. ഒന്ന് ജോലി, ഒന്ന് അത് എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയാൻ പാടില്ല. രണ്ടാമത്തെ എന്താണ്? സ്ഥലം. അത് പോയതാണ്, അത് കിട്ടുമെന്ന് അറിയത്തില്ല. ഈ എഴുതിയതിന് ശേഷം പക്ഷെ ഉടമ്പടിയിൽ ഇവർ കൃത്യമായിട്ട് കാര്യങ്ങൾ ഭംഗിയായിട്ട് അവർ പാലിച്ചു പോവുകയാണ്. പാലിച്ചു പോയി ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇവരൊരു ടീച്ചറിനെ കണ്ടുമുട്ടും. ഇവരുടെ നാട്ടിലുള്ള ടീച്ചറിനോട് വെറുതെ ചോദിക്കും, ടീച്ചർ എവിടെ പഠിപ്പിക്കണം? ടീച്ചർ ഞാൻ വടക്കഞ്ചേരി പഠിപ്പിക്കാം, പാലക്കാട്. എനിക്കവിടെ വല്ല ജോലിയും കിട്ടാൻ സാധ്യതയുണ്ടോ? ഇവർ ഇതൊക്കെ പഠിച്ചൊക്കെ നിൽക്കുന്ന ആളാണ്. ടീച്ചറായിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടാൻ സാധ്യത ഉണ്ടാകുമെന്ന് ചോദിക്കുമ്പോൾ പറയും അവിടെ ഒരു വേക്കൻസി ഉണ്ടെന്ന് കേട്ടെന്ന് പറഞ്ഞു, നിങ്ങളൊന്ന് അന്വേഷിക്കാൻ പറയും. ഇവർ ഒരാഴ്ചക്കുള്ളിൽ വേക്കൻസി അന്വേഷിക്കാൻ വേണ്ടി തൃശ്ശൂരിൽ നിന്ന് വടക്കാഞ്ചേരി പോകും. വടക്കാഞ്ചേരി പോയി ആ സ്കൂളിൽ പോയി അന്വേഷിച്ചപ്പോൾ അവിടെ ഇൻ്റർവ്യൂ ആണ്. ഒരാഴ്ചക്കുള്ളിൽ ഇൻ്റർവ്യൂ നടക്കും. ഇൻ്റർവ്യൂ നടക്കുകയും ചെയ്യും, ഇവർക്ക് ആ ജോലി കിട്ടുകയും ചെയ്യും സ്കൂളിൽ. അതല്ല രസം, ഇതൊരു പെർമനൻ്റ് പോസ്റ്റാണ്. വിഷയം തന്നെ പോകണില്ലേ? ഈ ചേച്ചി ഇപ്പോഴേ വടക്കാഞ്ചേരി സ്കൂളിലെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് കിട്ടിയിരിക്കുന്ന പോസ്റ്റ് എന്താണ്? പെർമനൻ്റ് പോസ്റ്റാണ്. ഒരു ടെമ്പററി പോസ്റ്റ് അങ്ങനെ കിട്ടിയാൽ അത്രയും നല്ലതെന്ന് പറഞ്ഞ് നടന്ന ആളിനെ അമ്മ ഉടമ്പടിയിലേക്ക് കൊടുത്തിരിക്കുന്നത് എന്താണ്? പെർമനൻ്റ് പോസ്റ്റാണ്. വിഷയം അവിടെ കൊണ്ട് തീർന്നില്ല. വടക്കാഞ്ചേരി ഇവർ പഠിപ്പിക്കാൻ പോയി. പഠിപ്പിക്കാൻ ചെയ്തതിന് ശേഷം പഠിപ്പിക്കുന്ന സ്കൂളിലെ കുട്ടി, അവർ പഠിപ്പിക്കുന്ന ക്ലാസ്സിലെ കുട്ടി ഒരു തഹസിൽദാറിൻ്റെ മകനാണെന്ന് ഇവർക്ക് മനസ്സിലായി. ഈ ചേച്ചിക്ക്, ഈ ടീച്ചറിന് മനസ്സിലായി അത് തഹസിൽദാറിൻ്റെ മകനാണ് ക്ലാസ്സിൽ തൻ്റെ കുട്ടിയായിട്ടിരിക്കണമെന്ന്. അപ്പോൾ കുട്ടിയോട് ചോദിച്ചു, എൻ്റെ ഫോൺ നമ്പറും തരുക, എൻ്റെ ഒരു സ്ഥലം സംസാരിക്കാൻ, സ്ഥലത്തെക്കുറിച്ച് വല്ല കാര്യവും അറിയാൻ വേണ്ടിയാണ് ചോദിച്ചത്. അപ്പോൾ കുട്ടി അപ്പൻ്റെ ഫോൺ നമ്പർ കൊടുത്തു. ടീച്ചർ വീട്ടിൽ വന്നിട്ട് ഭർത്താവിനെ കൊണ്ട് ഈ അസിസ്റ്റൻ്റ് തഹസിൽദാറിനെ വിളിപ്പിക്കും. ഞങ്ങൾക്ക് വടക്കാഞ്ചേരി ഇങ്ങനെ സർക്കാർ നടത്തിയെടുത്തൊരു ഭൂമിയുണ്ട്, അത് തിരിച്ച് കിട്ടാൻ വല്ല മാർഗ്ഗം ഉണ്ടെന്ന് ചോദിക്കും. അപ്പോൾ തഹസിൽദാർ പറയും, ഞാനത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഞാൻ നോക്കിയിട്ട് പറയാമെന്ന് പറയും. നടത്തിയെടുത്തതല്ലേ തിരിച്ച്. ഒരാഴ്ച കഴിയുമ്പോൾ സർക്കാരിനൊരു ഓർഡർ വരും. എന്താണ്? ഈ കടമെല്ലാം, പഴയ കടമെല്ലാം എഴുതി തള്ളിക്കൊണ്ട്. ഇപ്പോൾ എന്നാ സംഭവിച്ചിരിക്കുന്നത്? ആ തഹസിൽദാർ ഇടപെട്ടിട്ട് ഈ ഭൂമി ഇവർക്ക് തിരിച്ച് കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ മൂവ്മെൻറ്റ്, ഉടമ്പടി മൂവ്മെൻറ്റ് വർക്ക് ചെയ്യണ രീതി കണ്ടില്ലേ മക്കളെ? രണ്ടും അപ്രാപ്യം. രണ്ടും എവിടെയാണ് നമുക്ക് എവിടെയാണ് വിഷയം തുടങ്ങണമെന്ന് അറിയത്തില്ല. രണ്ടും ഈ രണ്ടും വിത്തിൻ 20 days ഈ സംഭവം സെറ്റ് ചെയ്യേണ്ട രീതി.
ഇതാണ് ഉടമ്പടിയുടെ അതിൻ്റെ ഉടമ്പടിയുടെ ബേസിക് ഫോർമുലയുടെ പവറാണത്. ഉടമ്പടിക്ക് ഒരു ബേസിക് ഫോർമുല ഉണ്ടല്ലോ, ഇതിൻ്റെ ഒരു പവറാണ്. അതെന്താണ് വർക്ക് ചെയ്യണത്? ആ ബേസിക് ഫോർമുല ഉടമ്പടി. എന്നിട്ട് രസമുള്ളത് ചെയ്യണൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ടീച്ചർ ഈ സ്ഥലം ഉപേക്ഷിച്ച് പോകുന്നൊരു ദിവസമുണ്ട്. ഇങ്ങനെ സർക്കാർ നടത്തിയെടുത്തു എന്ന് അറിഞ്ഞപ്പോൾ ഈ സ്ഥലം ടീച്ചർ കാര്യം കാശ് മുടക്കി വാങ്ങിച്ചതല്ലേ, ഇനി ഒരിക്കലും കിട്ടത്തില്ലല്ലോ, കണ്ണീരോടെ ഉപേക്ഷിച്ച് പോകുന്നൊരു സമയമുണ്ട്. അപ്പോൾ ടീച്ചർ രണ്ട് കാര്യം അവിടെ ചെയ്യും ആ സ്ഥലത്ത്. എൻ്റെ മക്കളിതൊക്കെ കേൾക്കണം. നമുക്ക് മുമ്പേ കഴിഞ്ഞ മാസവും മറ്റു ഉടമ്പടി എടുത്ത ആൾക്കാരുടെ അനുഭവങ്ങളാണ്. ഈ സ്ഥലത്ത് കണ്ണീരോടെ വിട്ടുപോകുമ്പോൾ താൻ കാശ് കൊടുത്ത് മേടിച്ച സ്ഥലം തനിക്ക് കിട്ടത്തില്ല എന്ന് മനസ്സിലാക്കി ആ സ്ഥലം വിട്ടുപോരുമ്പോൾ അവിടെ ചെയ്യണൊരു കാര്യമുണ്ട്. എന്താണ്? എനിക്കൊണ്ട് ഭർത്താവിനെ കൊണ്ടാണ് ജയിച്ചതെന്ന് തോന്നണേ. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉടമ്പടി ഉപ്പും കാശുരവും ഈ സ്ഥലത്തിട്ടിട്ട് പോരും. അതാണ് വിഷയം. എന്താ ചെയ്യണത്? വിശ്വാസപ്രമാണം ചൊല്ലി നഷ്ടപ്പെട്ട ഈ ഭൂമിയിലെ ഉടമ്പടി ഉപ്പും കാശുരൂപവും നിക്ഷേപിച്ചിട്ട് പോരും. ഇൻസ്റ്റാളേഷൻ എന്ന് പറയും. ഞാൻ പറയണത് കുഴിച്ചിടാനേ ഞാൻ പറയത്തുള്ളൂ. സ്ഥലം കാര്യം നമുക്ക് കൈമോശ വന്നതിലൂടെ കൊണ്ടുപോയി കാശുരൂപം വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് ഡെപ്പിലാക്കി കൊണ്ടുപോയി ആ സ്ഥലത്ത് കുഴിച്ചിടാൻ പറയും. അതിന് ഇൻസ്റ്റാളേഷൻ എന്ന് പറയും. 2 വിശുദ്ധ വസ്തുക്കളുടെ വിശ്വാസ പ്രഖ്യാപനങ്ങൾ 2 രീതിയിലാണ് നമുക്കുള്ളത്. ഒന്ന് ഇൻസ്റ്റാളേഷൻ ആൻഡ് എക്സാൾട്ടേഷൻ. 2 പ്രോസസ്സാണ്. അല്ല ക്ഷുദ്രക്കാർ കോഴിത്തല കുടിച്ചിടുന്ന പോലെയല്ലേ. ചില അച്ഛന്മാർക്ക് കാര്യങ്ങൾ അറിയാൻ പാടാത്തത് കൊണ്ട് ജോസഫച്ചൻ എന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കും. ജോസഫച്ചൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സമയത്ത് കർത്താവ് എന്നോടത് കൃത്യമായി കാര്യങ്ങൾ എനിക്ക് ആന്തരിക ബോധ്യം നൽകിയ കാര്യങ്ങളെ പറയത്തുള്ളൂ. എന്താണ് ഇൻസ്റ്റാളേഷൻ? നമുക്ക് വിശ്വാസത്തിൽ പ്രഖ്യാപിക്കുന്നത്, വിശ്വാസ പ്രഖ്യാപനം എന്താണ്? അത് മെറ്റീരിയലായിട്ട് നമുക്ക് പ്രഖ്യാപിക്കാം. ഇപ്പം നമ്മൾ വിശ്വാസ പ്രഖ്യാപനം എങ്ങനെയാണ് ചെയ്യണത്? അത് റോമ 10:9 വെച്ചാണ് ചെയ്യണത് അല്ലേ? എന്താണ്? 1 വിശ്വാസ പ്രഖ്യാപനത്തിൽ എന്താ ചെയ്യണത്? അത് റോമ 10:9 എന്താ ചെയ്യണത്? 1 യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയണം. രണ്ടാമത്തേത് എന്താണ്? ദൈവം അവനെ മരിച്ചോൾ നീർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. ഇതാണ് വിശ്വാസ പ്രഖ്യാപനം. ഈ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ മെറ്റീരിയൽ സൈഡുണ്ട്, ഇമ്മെറ്റീരിയൽ സൈഡുണ്ട്. മെറ്റീരിയൽ സൈഡെന്ന് പറയണത് നമ്മൾ കഴിക്കുന്ന തേന്, അതുപോലെ തന്നെ ഉടമ്പടി തൈലം, അതിൻ്റെ മെറ്റീരിയൽ സൈഡാണ്. ഇമ്മെറ്റീരിയൽ സൈഡെന്ന് പറയുന്നത് എന്താണ്? നമ്മളെടുക്കുന്ന പ്രാർത്ഥനകൾ, അത് ചെല്ലുന്ന പ്രാർത്ഥനകൾ, അതുകൊണ്ട് ബന്ധപ്പെട്ട് വരുന്ന ഉപവാസങ്ങൾ, അതെല്ലാം എൻ്റെ ഇമ്മെറ്റീരിയൽ സൈഡാണ്. പ്രഖ്യാപനങ്ങൾ വരും, പ്രാർത്ഥനയും പ്രഖ്യാപനവും എല്ലാം അതിൻ്റെ ഇമ്മെറ്റീരിയൽ സൈഡ്. മറ്റെന്താ മെറ്റീരിയൽ സൈഡ്? മെറ്റീരിയൽ സൈഡിൽ 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്നെന്താണ്? ഒന്ന് എക്സാൾട്ടേഷൻ. ഇപ്പം പരിശുദ്ധ കുർബാന എന്ത് ചെയ്തിരിക്കുകയാണ്? എക്സാൾട്ട് ചെയ്തിരിക്കുകയാണ്. കുരിശ് എന്ത് ചെയ്തിരിക്കുകയാണ്? എക്സാൾട്ട് ചെയ്ത് ഉയർത്തി പ്രതിഷ്ഠിക്കുകയാണ്. മനസ്സിലായില്ലേ? ഉയർത്തി പ്രതിഷ്ഠിക്കുക. പരിശുദ്ധ കുർബാന ഉയർത്തി പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. എന്തിനാണ്? ജനങ്ങൾക്ക് ആരാധിക്കാൻ വേണ്ടി. കുരിശ് ഉയർത്തി പ്രതിഷ്ഠിക്കുകയാണ്, എക്സാൾട്ടേഷൻ എന്ന് പറയുന്നതിനെ. ഇത് നമ്മൾ മെറ്റീരിയൽ സൈഡിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. വിശ്വാസം പ്രഖ്യാപിക്കുക. അത് എന്തനുസരിച്ചാണ്? റോമ 10:9 അനുസരിച്ചുണ്ട്. എന്താണ്? യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റു പറയും. രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തെ പ്രശ്നം എന്താണ്? ദൈവം അവനെ മരിച്ചു ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കും. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ഹൃദയത്തിൽ വിശ്വസിക്കേണ്ടത് എന്താണ്? ദൈവം അവനെ മരിച്ചുവെന്ന് ഉയർപ്പിച്ചെന്ന്. ഇങ്ങനെ ഹൃദയത്തെ വിശ്വസിക്കുമ്പോൾ ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചെന്ന് റോമ 10:9 അനുസരിച്ചുകൊണ്ട് ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് രക്ഷയുടെ അവകാശം കിട്ടുന്നത്. രക്ഷ എന്താണ്? അവകാശത്തിലാണ്. രക്ഷ വർക്ക് ചെയ്യണത് എങ്ങനെയാണ്? ഔദാര്യത്തിലല്ല. രക്ഷ 2 തരത്തിലുണ്ട്. ഔദാര്യമുണ്ട്, അവകാശമുണ്ട്. പക്ഷേ രക്ഷ അവകാശമാക്കുന്നത് എങ്ങനെയാണ്? ആദ്യകാലം മുതലേ, എബ്രഹാത്തിൻ്റെ കാലം മുതലേ അവൻ വാഗ്ദാനം അവകാശമാക്കുകയാണ് ചെയ്യണത്. ഇപ്പം നമ്മൾ ശ്രുതിയുടെ മക്കളെ യേശു സ്വസ്ഥം ഹല്ലേലൂയ ദിവ്യകാരുണ്യത്തിന്. അതായത് നമ്മൾ റോമ 10:9 ഫോർമുലയാണ് ഫെയ്ത്ത് പ്രൊക്ലമേഷൻ ഫോർമുല. എന്താ അത്? 1
ദൈവത്തെ പ്രാപിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഫെയ്ത്ത് പ്രൊക്ലമേഷൻ ഫോർമുല ഒന്നെന്താണ്? 10:9. ഒന്നെന്താണ്? യേശു കർത്താവാണെന്ന് അതിരം കൊണ്ട് ഏറ്റു പറയണം. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് ഈ വടക്കഞ്ചേരിയിലുള്ള സ്ഥലത്ത് ഉപ്പ് വിതറുമ്പോൾ സംഭവിക്കണത് എന്താണ്? ഈ യേശു കർത്താവാണെന്ന് അതിരം കൊണ്ട് ഏറ്റു പറഞ്ഞ് ദൈവനെ മരിച്ചവെന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തെ വിശ്വസിച്ചിട്ടാണ് വെഞ്ചരിപ്പ് നടത്തുന്നത്, ഇല്ലേ? വീടൊക്കെ വെഞ്ചരിക്കണില്ലേ അച്ഛന്മാരെ, ഇല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അച്ഛന്മാർ വ്യക്തമായിട്ട് തന്നെയാണ് അത് വെഞ്ചരിക്കണത്. കാര്യം എന്താണ്? ആ കുടുംബം യേശുവാണ് കർത്താവ്, പിശാസല്ല അവിടെ കർത്താവ്. ഇപ്പോൾ എന്താ ഈ ചേച്ചി കൊണ്ട് ഉപ്പ് നമ്മുടെ കൈമോശം വന്ന് സർക്കാർ നടത്തിയെടുത്ത പുരയിടത്ത് കൊണ്ടുപോയി എന്തുകൊണ്ടാണ് ഈ ഉപ്പിടുമ്പോൾ എന്താണ് പറയാതെ പറയണ കാര്യം? എന്താ പറയുക? ഇത് ഞാൻ അധ്വാനിച്ചുകൊണ്ട് കർത്താവിന് തന്ന സമ്പത്ത് കൊണ്ട് അധ്വാനിച്ചതാണ്. ഇതിപ്പോൾ നടത്തിയെടുത്തിരിക്കുന്ന സർക്കാരാണ്, സർക്കാരല്ല കർത്താവ്. അവിടെയാണ് പ്രശ്നം. അവിടെയാണ് വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ എക്സിക്യൂഷൻ വരണത്. അങ്ങനെയാണ്. എന്താണ്? നമ്മൾ ആ ഉപ്പ് വിതറുമ്പോൾ പ്രഖ്യാപിക്കണത് എന്താണ്? ഈ ഭൂമി സർക്കാരിൻ്റെതല്ല. എന്താണ് കാരണം? ഇത് ഞാൻ വില കൊടുത്ത് മുദ്രപത്രത്തിൽ സർക്കാരിന് ടാക്സ് ചെയ്തിരിക്കുന്ന ഭൂമിയാണിത്. എന്ത് നടത്തിപ്പെടുത്താലും അപ്പം ഈ ഭൂമിയിൽ കർത്താവ് നമ്മൾ ഉപ്പ് ഇട്ട് വിതറിക്കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ പറയുന്ന വിശ്വാസ പ്രഖ്യാപനം എന്താ? ഇതിൽ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും യേശുവാണ് കർത്താവ്, സർക്കാരല്ല കർത്താവ്. ക്യാൻസർ 4ാം സ്റ്റേജാണെന്ന് പറഞ്ഞാലും നമ്മളിവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കും. എപ്പിലെപ്സി ആണെന്ന് പറഞ്ഞാലും ഓട്ടിസമാണെന്ന് പറഞ്ഞാലും പ്രാർത്ഥിക്കണം എന്താണ്? ഓട്ടിസമല്ല കർത്താവ്, അല്ലെങ്കിൽ വൈദ്യശാസ്ത്രമല്ല കർത്താവ്. ആരാണ്? യേശുവാണ് കർത്താവ്. ഒന്ന് പറഞ്ഞേ, യേശുവാണ് കർത്താവ്. അപ്പം ഇതാണ് ഫോർമുല. ഈ 10:9 ഇപ്പം നിങ്ങൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ആക്ടിവേഷൻ പ്രിൻസിപ്പിൾ അറിയണം. വെറുതെ അച്ഛൻ പറഞ്ഞ് ഉപ്പ് കൊണ്ടായി ഇടാൻ പറഞ്ഞ് നിങ്ങളുടെ ഉപ്പിട്ടെന്നല്ല പറയണത്. എന്ത് ചെയ്യില്ല? വിശ്വാസപ്രമാണം ചെല്ലിയാണ് ഉപ്പിടണത്, അല്ലേ? വിശ്വാസപ്രമാണം ചെല്ലാത്ത ഒരു പ്രാർത്ഥനയും നമ്മൾ ചെല്ലത്തില്ല. എന്താ കാര്യം? വിശ്വാസപ്രമാണത്തിലാണ് ഉള്ളത് എന്ത്? യേശു കർത്താവാണെന്നും ദൈവം അവനെ മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് നമ്മുടെ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ രക്ഷാനുഭവത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ഈ 10:9. ദൈവം അവനെ മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് നമ്മൾ ഹൃദയത്തിൽ വിശ്വസിച്ചാൽ എന്താ സംഭവിക്കണത്? രക്ഷ പ്രാപിക്കണമെന്ന് വെച്ചാൽ എങ്ങനെയാണ് പ്രാപിക്കണത്? ദൈവം അവനെ മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് 10:9 നമ്മൾ വിശ്വസിച്ചാൽ മരിച്ച അവസ്ഥകളിൽ നിന്നെല്ലാം നമ്മൾ ഉയർത്തി നിൽക്കുന്നത് അവൻ്റെ പേരിലാവും. പിടികിട്ടിയാവും. അത് ജോലിയില്ലാത്ത അവസ്ഥയിൽ മരിച്ച അവസ്ഥയല്ലേ? കടം കയറിയ അവസ്ഥയിൽ മരിച്ച അവസ്ഥയല്ലേ? സർക്കാർ ഭൂമി നടത്തിയെടുത്തപ്പെടുന്ന മരിച്ച അവസ്ഥയല്ലേ? അപ്പം ദൈവം അവന് മരിച്ചവരെന്ന് ഉയർപ്പിച്ചെന്ന് വിശ്വസിച്ചാൽ നമ്മുടെ ആത്മീയവും ഭൗതികവുമായ എല്ലാ മരിച്ച അവസ്ഥകളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉയർത്തെഴുന്നേൽക്കും. അതെങ്ങനെയാണ്? ഈ 8:11 അനുസരിച്ചുകൊണ്ടാണ്. റോമ 10:9 വർക്കൗട്ട് ചെയ്യണത് യേശു കർത്താവാണെന്ന് നമ്മൾ അധരം കൊണ്ട് ഏറ്റുപറയുന്നു. ക്യാൻസറല്ല കർത്താവ്, എപ്പിലെപ്സി അല്ല കർത്താവ്, സിസ്റ്റല്ല കർത്താവ്, PCOD അല്ല കർത്താവ്, യേശുവാണ് കർത്താവ്. കൈയിടിച്ച് സ്തുതിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ 10:9 അനുസരിച്ചുകൊണ്ട് റോമ 10:9 അനുസരിച്ചുകൊണ്ട് ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചാൽ എന്താണ് സംഭവിക്കണത്? റോമ 8:11 വർക്കൗട്ട് ചെയ്യും. റോമ 11 യേശുവിനെ ദൈവം അവനെ മരിച്ചുവെന്ന് നമ്മൾ ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചാൽ എന്താ വർക്കൗട്ട് ചെയ്യണത്? റോമ 8:11 വർക്കൗട്ട് ചെയ്യും. എന്താണത്? യേശുക്രിസ്തുവിനെ മരിച്ചുവെന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ്. പറഞ്ഞേ, യേശുക്രിസ്തുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവന്റെ നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യശരീരങ്ങൾക്ക് നിങ്ങൾ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. ഇതാണ് ഈ ഫോർമുല വർക്കൗട്ട് ചെയ്യുന്ന രീതി. യേശുവിനെ മരിച്ചവനെന്ന് ഉയർപ്പിച്ചെന്ന് നമ്മൾ വിശ്വസിച്ചാൽ 10:9 അനുസരിച്ചുകൊണ്ട് വിശ്വസിച്ചാൽ റോമ 8:11 വർക്കൗട്ട് ചെയ്യും. എന്താണത്? യേശുവിനെ മരിച്ചവനെന്ന് ഉയർപ്പിച്ചവൻ നമ്മളുടെ മർത്ത ശരീരങ്ങളെയും ഉയർപ്പിക്കും. പിടിയില്ലേ? അപ്പോഴേ യേശുവിൻ്റെ ഉയർപ്പെ വിശ്വസിക്കുമ്പോൾ
നമ്മുടെ എല്ലാ മർത്യമായിട്ടുള്ള എല്ലാ അവസ്ഥകളെയും, ഫിസിക്കലായിട്ടുള്ള മർത്യ ശരീരമെന്ന് എഴുതിയിരിക്കുന്നത്. ഇപ്പം മർത്യ ശരീരത്തോട് ബന്ധപ്പെട്ട ഇഹത്തിലും പരത്തിലുമുള്ള എല്ലാ തടസ്സങ്ങളെയും, എല്ലാ മരവിച്ച അവസ്ഥകളെയും ആരുടെ നാമത്തിലാണ് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്? യേശു ക്രിസ്തുവിൻ്റെ. കൈയിട്ടിച്ച് കർത്താവോട് ഹല്ലേലൂയ. യേശു പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. പ്രിയപ്പെട്ടവരെ, നമ്മളപ്പോഴേ ഈ വിശ്വാസത്തിൻ്റെ പുറത്താണ്. എന്താണ്? ഇതാണ് നമ്മളുടെ അടിസ്ഥാന വിശ്വാസം. അപ്പോൾ യേശുവിനെ മരിച്ചോന്ന് ഉയർപ്പിച്ചവൻ യേശു കർത്താവാണെന്ന്, ദൈവം അവനെ മരിച്ചോടെന്ന് ഉയർപ്പിച്ചതെന്ന് നമ്മൾ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. റോമ 10:9. അങ്ങനെ ദൈവം യേശു കർത്താവാണെന്ന് ഏറ്റുപറഞ്ഞവൻ, ദൈവം അവനെ മരിച്ചോന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നവന് എന്ത് സംഭവിക്കും? അവൻ എന്താ സംഭവിക്കണത്? റോമ 8:11 സംഭവിക്കും. എന്താണ്? അങ്ങനെ വിശ്വസിക്കുന്നവൻ, യേശു കർത്താവാണെന്ന് ഏറ്റുപറഞ്ഞ് ദൈവം അവനെ മരിച്ചോന്ന് ഉയർപ്പിച്ചെന്ന് വിശ്വസിക്കുന്നവൻ എന്ത് പറ്റും? അവൻ്റെ മർത്യ ശരീരങ്ങളും കർത്താവ് യേശു ക്രിസ്തുവിലെ ഉയർപ്പിക്കപ്പെടും. അത് നിത്യതയിലും അതുപോലെ തന്നെ ഈ ജീവിതത്തിലും. ഈ പ്രഖ്യാപനമാണ് പലപ്പോഴും നമ്മൾ ഉപ്പ്, കാശുരൂപം, ഒത്തിരിയേറെ നേർച്ച വസ്തുക്കളുണ്ടല്ലേ. ഇതെന്താ ഇവരെന്താ ചെയ്യണത്? വടക്കാഞ്ചേരി ചേച്ചി, തൃശ്ശൂർ ജില്ല ജിഷ ചേച്ചി എന്താ ചെയ്തത്? അവർ കൊണ്ടുപോയി ഈ ഉപ്പ്, കൈമോശം വന്നു പോയ, കയ്യിൽ നിന്ന് വിട്ടുപോയ, നഷ്ടപ്പെട്ടു പോയ പുരയിടത്ത് അവകാശം സ്ഥാപിക്കുകയാണ്. എന്തിലാണ്? ആരുടെ പേരിലാണ്? യേശുവിൻ്റെ പേരിൽ. എങ്ങനെയാണ്? വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട്. എന്താണ് ചെയ്തത്? ഉപ്പിട്ടിട്ട് കാശിട്ടിട്ട് വിശ്വാസ പ്രമാണം ചെല്ലുക. അതൊരു വിശ്വാസ പ്രമാണം ചെല്ലുകയാണ്. എന്താ സംഭവിക്കണത്? അതിലൂടെ സംഭവിക്കുന്ന വിഷയം, ഇതിന് ഇൻസ്റ്റാലേഷൻ എന്ന് പറയും. എക്സാൾട്ടേഷൻ അച്ഛൻ പറഞ്ഞില്ല നേരത്തെ. വിശ്വാസം മെറ്റീരിയലായിട്ട് യേശു കർത്താവാണെന്നുള്ളതും ദൈവവിനെ മരിച്ചോ എന്ന് ഉയർപ്പിച്ചു എന്നുള്ളതും നമുക്ക് പ്രഖ്യാപിക്കുമ്പോൾ രണ്ട് തരത്തിൽ പ്രഖ്യാപിക്കാം. ഒന്ന്, എക്സാൾട്ടേഷനിലൂടെ മെറ്റീരിയലായിട്ട് പ്രഖ്യാപിക്കാം. നമ്മളെ കുടുംബത്തിലൊക്കെ ഉയർത്തി വെച്ചിരിക്കുന്ന പസ്കാരൂപങ്ങളില്ലേ, രൂപങ്ങളെ ഉയർത്തി വെച്ചിട്ടില്ലേ നമ്മളെക്കുറിച്ച്? അതെല്ലാം ദൃശ്യമായിട്ട് ഉയർത്തി വെക്കുന്ന എക്സാൾട്ടേഷൻ പ്രൊക്ലമേഷനാണ്. വിശ്വാസം പ്രഖ്യാപിക്കുന്നു, പരസ്യമായിട്ട് അത് ഉയർത്തി വേണം. ഇതുപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യും നമ്മൾ, എന്നുവെച്ചാൽ സ്ഥാപിക്കും, കുഴിച്ചിടും. ആരാണ് ആദ്യം കുഴിച്ചിട്ടത്? ലോകത്തിൻ്റെ ഭൂമിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഭൂമിയിൽ കുഴിച്ചിട്ടത് ആരാണ്? നമ്മൾ വല്ലവരുമാണോ? പിതാവായ ദൈവമാണ്. മനസ്സിലായ കാര്യം? മനസ്സിലായില്ലേ? മനസ്സിലായ? പിതാവായ ദൈവമാണ് ഭൂമിയുടെയും മനുഷ്യരാശിയുടെയും പാപത്തിൽ നിന്ന് വീണ്ടെടുപ്പിന് വേണ്ടി ഭൂമിയുടെ നെറുകയിൽ കുഴിച്ചിട്ട്. ഇൻസ്റ്റാളേഷൻ ഓഫ് ദി ക്രോസ്. ഈ ഓർമ്മയിലാണ് നമ്മൾ ആ വിശ്വാസം, യേശു കർത്താവാണ്, മരിച്ചവനെ കർത്താവ്, അവനെ വിശ്വസിക്കുന്നു, ഉയർപ്പിൻ്റെ മരവിച്ച വിഷയമായാലും ശരി, മരവിച്ച ഭൂമി, കയ്യിൽ നിന്ന് വിട്ടുപോയ ഭൂമി, നമ്മളെ സംബന്ധിച്ചിടത്തോളം മരിച്ചുപോയ ഭൂമി ആയാലും ശരി. ഇപ്പം ചില ആൾക്കാർ പറയുന്നത്, എൻ്റെ അച്ഛാ ഇവിടെ ഭയങ്കര ക്ഷുദ്രജീവികളാണച്ചാ, ഭയങ്കര വിഷജീവികളാണച്ചാ എന്ന് പറയുമ്പോൾ ഞാൻ പറയും, മക്കളെ ഉപ്പ് വിതറാൻ പറയും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പാടില്ലാത്തവർ കേൾക്കുമ്പോൾ വിചാരിക്കുന്നത് ജോസഫ് ഉപ്പ് വിതറാൻ പറഞ്ഞത്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ആ ഭൂമി കർത്താവിൻ്റെതാണെന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. എന്താ കാര്യം? അതെന്തുമനുസരിച്ചാണ് പ്രഖ്യാപിക്കണത്? അതെന്തനുസരിച്ചാണ് പ്രഖ്യാപിക്കണത്? 16:17 വെച്ചാണ് പ്രഖ്യാപിക്കണത്. എന്ത് 16:17? മർക്കോസിൻ്റെ സുവിശേഷം. വിശ്വസിക്കുന്നതിൻ്റെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. എന്താണ്? മാരകമായി എന്ത് കഴിച്ചാലും അവർക്കൊരു ഉപദ്രവവും ഉണ്ടാവുകയില്ല. അവർ സർപ്പങ്ങളുടെ കയ്യിലെടുക്കും. മാരകമായി എന്ത് കഴിച്ചാലും അവർക്ക് ഉപദ്രവം ഉണ്ടാവുകയില്ല. അതായത് ക്ഷുദ്രജീവികളിൽ നിന്ന് ഉപദ്രവം ഏൽക്കാതിരിക്കാൻ വേണ്ടി വിശ്വാസം പ്രഖ്യാപിക്കാൻ കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞനുസരിച്ചിട്ടാണ് നമ്മളത് ചെയ്യണം. പക്ഷേ ചെയ്യുന്നവർക്ക് ആ ബോധം ഉണ്ടാകണം. അതാണ് ഞാൻ പറഞ്ഞത്, ഉടമ്പടി എടുക്കാത്തവരെ കൊണ്ടൊന്നും ചെയ്യിക്കരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. കാര്യം എന്താണ്? ഒരു സാധ്യത നിങ്ങൾക്ക് തരുമ്പോൾ ഇവിടുന്ന് അത് ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ടൊരു ഉദ്ദേശമുണ്ട്. എന്താണ്? കർത്താവിൻ്റെ വചനത്തിലുള്ളതാണ്. നിൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുന്നിടത്ത് നിന്ന് നിനക്കെതിരെയുള്ള ശത്രുതയും, നിൻ്റെ വിശ്വാസം എവിടെയെല്ലാം പ്രഖ്യാപിച്ചാലും അവിടെയെല്ലാം, ഇപ്പോൾ നിങ്ങൾ ചില ആൾക്കാരെ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ മേൽഗതിക്ക് എതിരായിട്ടുള്ള ചില ഓഫീസ് വർക്ക് ചെയ്യും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞില്ലേ,
അറബിയുടെ വാതിക്കെ കൊണ്ടുപോയി ഒരു ഉപ്പിട്ടെന്ന് പറഞ്ഞില്ല. എന്താ കാര്യം? പിറ്റേ ദിവസം അറബി എഴുന്നേറ്റ് പോയി കോടതിയിൽ പോയി റിലീവിങ് ഓർഡർ കൊടുത്ത മകനെ. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെവിടെയാണ് നമ്മളെ പ്രഖ്യാപിക്കണത്? ഇപ്പം നമ്മളൊരു ശത്രുതയായിട്ട് പെരുമാറുകയാണ്. നമ്മൾ ശത്രുതയായിട്ട് പെരുമാറുന്ന വ്യക്തികളിൽ എന്താ പറയണത്? 16-17 വർക്കൗട്ട് ചെയ്യും. എന്താണ്? വിശുദ്ധ മക്കളെ, ഒരു മനുഷ്യൻ ഇഹത്തിലും പകരത്തിലും രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗവും സുവിശേഷത്തിലുണ്ട്. അത് വിശ്വസിക്കുന്നവനാണ് അതനുസരിച്ച് പ്രവർത്തിക്കുന്നത്. എന്താ അവിടെ സംഭവം? വിശ്വസിക്കുന്നവരുടെ കൂടെ സ്തുതിക്കട്ടെ മക്കളെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കുന്ന കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ദൈവമേ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മർക്കോസ് 16:17 ഏറ്റുപറഞ്ഞ് വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, ബഹുഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്ത് കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല. വിശ്വാസം പ്രഖ്യാപിക്കുന്നിടത്ത് വെച്ച് ശത്രുത, നിങ്ങളോട് ആര് ശത്രുത കാണിച്ചാലും, അയൽവാസികളൊക്കെ ഓരോ ശത്രുത കാണിച്ചെന്നൊക്കെ പറയത്തില്ലേ? ഞങ്ങളുടെ വീട്ടിൽ കുപ്പി കിട്ടി, ആന കിട്ടി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറയും അതുകൊണ്ട് കടലിൽ കളയാൻ പറയും, അല്ലെങ്കിൽ തോട്ടിക്കളയാൻ പറയും. അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. കാര്യം മനസ്സിലായി. അപ്പം നിങ്ങളും വിശ്വസിക്കുന്നു അതിലെന്തോ മണ്ണാങ്കട്ടം ഉണ്ടെന്ന്. അതാണ് പ്രശ്നം. ഇപ്പം ആൻറ്റി ആയിപ്പോവും അത്. ഇപ്പം നിങ്ങളെ ഉടനെ എന്തെങ്കിലും ക്ഷുദ്രവാം എന്തോ തകിട എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ പറയും അയ്യോ അതുകൊണ്ട് കടയിക്കള, ഒഴുക്ക് തോട്ടിക്കള, ഒഴുകി എവിടെയെങ്കിലും പോട്ടത്, ഏതെങ്കിലും രാജ്യത്ത് പോട്ടെന്ന് പറയും. ദാറ്റ് മീൻസ് യു ആർ ഓൾസോ ബിലീവിങ് ദാറ്റ് ദർ ഇസ് സംതിങ് ഈവിൾ സ്പിരിറ്റ് വർക്കിംഗ് ഇൻ ഇറ്റ്. അതാണ് പ്രശ്നം. നേരെ ഓപ്പോസിറ്റ് വരും അത്. നമ്മുടെ വിശ്വാസികളോട് ഇത് എന്ത് ചെയ്യണമെന്ന് പറയാത്തത് കാരണം വിശ്വാസികൾ ഇതുപോലുള്ള പല പരിപാടികളും ചെയ്യുന്നുണ്ട്. കാണുമ്പോൾ തന്നെ പേടിച്ച് വിറച്ച് പരിഹരിച്ചു, കൊറോണ വരഞ്ഞ ഭാഗ്യം. അപ്പോഴിതൊന്നും വിഷയമല്ല. എന്താ കാര്യം? നമ്മൾ വിശ്വാസം പ്രഖ്യാപിക്കും. എല്ലാ തിന്മകളിൽ നിന്നുമാണ്, അല്ലാതെ എല്ലാ തിന്മകളിൽ നിന്നും ആണ് ഈശോ ദൈവം സമസ്തവും. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ 15:26-27 1 കൊറിന്ത്യൻസിൻ്റെ 1 കൊറിന്ത്യൻസ് 15:26-27 എന്താണ്? ദൈവം സമസ്തവും എന്ന് പറഞ്ഞേ ദൈവം സമസ്തവും അവന്റെ പാദത്തിന്റെ കീഴിലാക്കിയിരിക്കുന്നു. അപ്പം നിന്റെ ആഭിചാരവും തകിടും മന്ത്രവാദവും ക്ഷുദ്രവും എലസും എല്ലാം ആരുടെ പാദത്തിൻ്റെ കീഴിലാണ്? യേശുക്രിസ്തുവിൻ്റെ. അപ്പം നീ എന്താ ചെയ്യേണ്ടത്? വിശ്വാസം പ്രഖ്യാപിക്കണം. എങ്ങനെ പ്രഖ്യാപിക്കണം? എന്തെല്ലാം തരത്തിൽ പ്രഖ്യാപിക്കാവൂ? വചനം എഴുതി വെച്ച് പറഞ്ഞ് പ്രഖ്യാപിക്കാം ഇല്ലേ? ചിലരുടെ വീടുകളിലൊക്കെ ഞാൻ വചനം എഴുതി കൊടുത്തിട്ടുണ്ട്. എന്തിനാണല്ലോ ആ വചനം ആവർത്തിച്ച് പറയാൻ വേണ്ടി, പറഞ്ഞ് പ്രഖ്യാപിക്കാൻ. വചനം പറഞ്ഞ് പ്രഖ്യാപിക്കാം. ആ വചനം എടുത്തിട്ട് ഇപ്പം തന്നെ നിങ്ങൾക്കൊരു ശത്രുദോഷം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും 16-17 നിങ്ങൾ DTP എടുത്തിട്ട് ലാമിനേറ്റ് ചെയ്ത് അടുക്കളയെ അങ്ങോട്ട് ഒട്ടിച്ച് വെക്കും. എന്താ കാര്യം? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 18 അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്ത് കുടിച്ചാലും അവരെ ഉപദ്രവിക്കുകയില്ല. അതാണ് ഈശോയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്, അല്ല ശത്രുക്കളുടെ ചെയ്യത്തിലല്ല വിശ്വസിക്കുന്നത്. ആണോ? നിങ്ങൾ ആരെല്ലാം വിശ്വസിക്കണത്? ഈശോയിലാണോ വിശ്വസിക്കുന്നത്? ശത്രുക്കളുടെ ചെയ്യത്തിലാണോ വിശ്വസിക്കുന്നത്? അപ്പോൾ ഇന്ന് ഏറ്റു പറഞ്ഞേ, കർത്താവേ ഞാൻ ഇനി എൻ്റെ ജീവിതത്തിലെ മരിച്ചുയർത്തെഴുന്നേറ്റ ഈശോയിൽ മാത്രമേ വിശ്വസിക്കത്തുള്ളൂ. എന്നെ വേദനിപ്പിക്കുന്ന, എന്നെ നശിപ്പിക്കാൻ നോക്കുന്ന ഒരു ശത്രുക്കളുടെ പ്രവർത്തനങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ജ്ഞാനസ്ഥാനം സ്വീകരിച്ചത്. ഓർക്കുന്നുണ്ടോ? ഇത് പറഞ്ഞുകൊണ്ടാ നിങ്ങൾ പിശാചിനെ ഉപേക്ഷിക്കുന്നു. ജ്ഞാനസ്ഥാനപ്പെടുത്താൻ വേണ്ടി എന്താ വൈദികൻ ചോദിക്കണത്? നിങ്ങൾ പിശാചിനെ ഉപേക്ഷിക്കുന്നു, അവൻ്റെ എല്ലാ ദുഷ്കർമ്മങ്ങളും ഉപേക്ഷിക്കുന്നുവോ? എന്നിട്ട് എന്താ ചോദിക്കുന്നതിൻ്റെ കാരണം? യേശുക്രിസ്തു വിശ്വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ എല്ലാ വിശ്വാസത്തിൻ്റെ മേലും അന്ധവിശ്വാസങ്ങളുടെ മേലും ആഭിചാര വിശ്വാസങ്ങളുടെ മേലും അവൻ വിജയം വരിച്ചവനാണ്. കാരണം എന്താണ്? അവൻ വിശ്വസിക്കുന്നവൻ മരണത്തെ വിജയം വരിച്ചവനാണ്. കൈയടിച്ച് ശ്രുതികട്ടെ ഹല്ലേലൂയ. ഇരിക്കുക. ഇവിടെ കണ്ണുകളടച്ച് കൈകൾ കൂപ്പിയിരിക്കുക.
കണ്ണുകളടച്ച് കൈകൾ കൂപ്പി കർത്താവിൻ്റെ സാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ടിരിക്കുക. വിദേശ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ കിട്ടിയില്ല എങ്കിലും ദർശനത്തിൽ അത് വരുന്നുണ്ട്. അവരെ കർത്താവ് പരിഗണിക്കുന്നു എന്നുള്ളതും അങ്ങനെ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവർക്ക് തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാം. നിങ്ങൾ നിത്യതയെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിൻ്റെ വിശ്വാസത്തെ ക്രമീകരിക്കേണ്ടത്. ബാക്കിയുള്ളതെല്ലാം കർത്താവ് നിനക്ക് ചേർത്ത് നൽകുമെന്ന് ഈശോ പറഞ്ഞത്. ബാക്കിയെല്ലാം ചേർത്ത് നൽകാം. കണ്ണുകളെ കർത്താവ് കാണിച്ചിരുന്നുണ്ട്. വലത് കണ്ണിനെ ഇരുട്ട് കയറിയവരും കണ്ണടഞ്ഞു പോകുന്നവരും കണ്ണിൻ്റെ പിരികെ വെക്കുക അറിയാതെ വന്ന് ഇങ്ങനെ അടഞ്ഞിരിക്കുന്ന കണ്ണിങ്ങനെ ചിമ്മി നിൽക്കുന്ന ആൾക്കാരാണ്. അവരെ കർത്താവ് സ്പർശിച്ചതായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോഴും ഫോൺ ഉപയോഗിക്കുന്നവർ, 2 ചെവിയിൽ എപ്പോഴും ഫോൺ ഉപയോഗിക്കുന്ന ജോലി ചെയ്യുന്നുണ്ട്. ഹെഡ്ഫോൺ ഉപയോഗിക്കുന്നവർ, അത് ജോലിയാണ്. പക്ഷേ അത് ജോലിയാണെങ്കിലും അതിൻ്റെ പേരിൽ അവർക്ക് ഒത്തിരിയേറെ സമ്മർദ്ദങ്ങൾ വന്നവരെ കാണിക്കുന്നുണ്ട്. കർത്താവ് വ്യക്തിയെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. രാജപ്പൻ 6 ചേർത്തിട്ടാണ് ഒരു പേര് വരുന്നത്. പൊക്കമുള്ള ഒരു മനുഷ്യന് കർത്താവ് എടുത്തു കാണിക്കുന്നുണ്ട്. ഇങ്ങനെ അത് തന്നെ ഇടത് ചെവിയുടെ താഴെയുള്ള മസിലല്ല, നമ്മുടെ തോളിൻ്റെ മസിലേയും ചതഞ്ഞ ഒരു ആക്ഷൻ ഇല്ലാത്തവർ, അതിൻ്റെ മൂലം കൈ പൊക്കാൻ പറ്റാത്തവരെ കർത്താവ് ആശീർവദിക്കുന്നുണ്ട്. സമയത്തെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നവരെ ഇനി 8 ദിവസമേ ഉള്ളല്ലോ എന്നാണ് പറയണത്. 8 എഴുതി കർത്താവ് കാണിക്കുന്നു. ടൈം പീസ് കുറേ സംഭവങ്ങൾ. ഇനി 8 ഉള്ളൂ എന്ന് കാണിക്കുന്നുണ്ട്. എസ് എന്ന് അക്ഷരം തുടങ്ങുന്ന വ്യക്തികൾ ഈ വിഷയത്തിൽ പ്രത്യേകം ഈ മെസ്സേജ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സാക്ഷ്യം പറയാൻ അവർക്ക് സാധിക്കും. അതുപോലെ തന്നെ വലത് കവളിൻ്റെ നേരത്തെ പറഞ്ഞത് ഇടത് ചെവിയുടെ താഴെയാണ്. ഇപ്പോൾ പറയുന്നത് വലത് കവള്, അതായത് വലത് ചെവിയുടെ താഴെയുള്ള കവളിന് ആവശ്യമില്ലാത്ത നമുക്ക് അസാധാരണമായ വീക്കമോ മുഴയോ കാണുന്നവരെ ആ വ്യക്തിയെ കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുന്നു. ശ്രുതികട ഹല്ലേലൂയ. അതുപോലെ ഈ ചൊറിച്ചിൽ ഇങ്ങനെ ചൊറിഞ്ഞിട്ട് ചില ഭാഗങ്ങളെ ഇപ്പം ചെവിയുടെ താഴെയാണോ അല്ലെങ്കിൽ വേറെ ഇങ്ങനെ കക്ഷം ഇതുപോലെയുള്ള ആംഗിൾസിലെ ചെവി, അതായത് ഒരു ശരീരത്തിൻ്റെ ഭാഗത്തോട് വേറെ ഒരു ശരീരം വന്ന് ചേരുന്ന ഭാഗമില്ലേ, ശരീരഭാഗം വരുന്ന ആംഗിൾസ്, ശരീരത്തിൻ്റെ ആംഗിൾസിൽ ചൊറിച്ചിലുള്ളവർ, മാറാത്ത കടിയും ചൊറിച്ചിലും പൊറുക്കാത്ത വ്രണങ്ങളുള്ളവരെ കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു. അതായത് ഇതിന് കറുത്ത് കരിവാളിച്ചു പോയ കുറേ ഭാഗങ്ങൾ കാണുന്നുണ്ട്. സെല്ലെല്ലാം നഷ്ടപ്പെട്ടു, കോശങ്ങളെല്ലാം മരവിച്ചു, അതിൻ്റെ സൗഷ്ഠവും ഭംഗിയൊക്കെ പോയിട്ട് അത് മരവിച്ചു പോയ കോശങ്ങളെ കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് വലിയൊരു സാക്ഷ്യമായിട്ട് വരും. അത് മരവിച്ചു പോയ കോശങ്ങളെ കർത്താവ് സ്പർശിച്ചു കൊടുക്കുന്നത്. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മക്കളെ, കുരുക്കൾ പോലെ ഇങ്ങനെ കുറേ സംഭവങ്ങൾ. ഇപ്പോൾ നമ്മൾ വയറ്റിൽ മുന്തിരിക്കുല എന്നൊക്കെ പറഞ്ഞ രോഗങ്ങളില്ലേ, അതുപോലെ തന്നെ കോശങ്ങളിലെ കുരുക്കൾ വന്ന് കിടക്കുന്നത്. കുറേ തരം കുരുക്കൾ, ഇങ്ങനെ ചെറിയ മുത്ത് പോലെയുള്ള കുരുക്കൾ വന്ന രോഗങ്ങൾ, ഉദര രോഗങ്ങളുണ്ടാകും, നെഞ്ചിലുണ്ടാകും, പല സ്ഥലങ്ങളിൽ ഇതുപോലെ രോഗങ്ങളുണ്ടാകും. കർത്താവ് ആ വ്യക്തികളെ സ്പർശിച്ച് സൗഖ്യത്തിലേക്ക് നയിക്കുന്നു. അതുപോലെ തന്നെ ചില ഭാഗങ്ങളിൽ ഇങ്ങനെ ഒരു പൂമൊട്ടിൻ്റെ വലിപ്പത്തിൽ ഒന്തി നിൽക്കുന്ന സിസ്റ്റുകളെ കർത്താവ്, അതിൻ്റെ ക്യാൻസർ പോലും ആകാൻ സാധ്യതയുള്ളതാണത്, കർത്താവ് സ്പർശിച്ച് സൗഖ്യത്തിലേക്ക് നയിക്കുന്ന സന്ദേശമുണ്ട്. ശ്രുതികട ഹല്ലേലൂയ. മക്കളെ, തൊഴിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. തൊഴിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ, അതായത് ചില ആൾക്കാരുടെ തൊഴിൽ മുട്ടിപ്പോയില്ലേ, പ്രാർത്ഥനയിൽ വന്നപ്പോൾ നമ്മൾ കടകളും കമ്പോളങ്ങളൊക്കെ പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷേ തൊഴിലെന്ന് പറയുന്നത് ഓരോ വ്യക്തികളെ, ഇപ്പം എഞ്ചിനീയറിംഗ് മെക്കാനിസമൊക്കെ എടുത്ത ആൾക്കാർക്ക് തൊഴിൽ കൂടുതലില്ലല്ലോ.
അപ്പോൾ അതുപോലെയുള്ള തൊഴിലിന് വേണ്ടി ശ്രമിക്കുന്നു, അവരൊത്തിരി പഠിച്ച് നിൽക്കുന്നു, പക്ഷെ അവർക്ക് പറ്റിയ തൊഴിൽ കിട്ടണില്ല, അങ്ങനെയൊക്കെ വേദനിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ. മക്കളെ, വീട് സ്ഥലവുമില്ലാത്തവർ നേരത്തെ പ്രാർത്ഥിച്ചായിരുന്നു, പക്ഷേ വീടുമില്ല സ്ഥലവുമില്ല, അങ്ങനെയുള്ള ഒരാൾക്കാരുണ്ട്. വീട് പൊളിഞ്ഞതാണ്. പിന്നെ തന്നെ അതുപോലെ തന്നെ ഈ ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചൊക്കെ വന്നില്ലേ, അപ്പോൾ നമുക്ക് 45 പ്രാവശ്യമാണ് 45 ദിവസത്തിനുള്ളിൽ 15 ന്യൂനമർദ്ദങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഭൂമിയും കാലാവസ്ഥയും വിട്ടു പോണ പോലെ ഇത് വലിയ പ്രാർത്ഥനയുടെ വിഷയമാണ്. ക്ലൈമറ്റ് ചേഞ്ച് എന്നൊക്കെ പറഞ്ഞ് കുറേ ഓഫീസും തുറന്നുകൊണ്ട് ഭൗമ ഉച്ചകോടിയിൽ സായിപ്പുമാർ വലിയ ബഹളം ഉണ്ടാക്കിയപ്പോൾ ഇതൊരു വിഷയമാണ്, പഠിക്കേണ്ട വിഷയമാണെന്ന് പറഞ്ഞ് എല്ലാ കൺട്രിയിലും ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഓഫീസുണ്ട്. എന്താ ചെയ്യണത്? കടലിൽ പോരെന്ന് വിളിച്ച് പറയും കൂടുതൽ പോയാൽ. അല്ലാതെ ക്ലൈമറ്റ് ചേഞ്ചിന് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ട ഒരു സബ്ജക്റ്റാണത്. 1992 ഭൗമ ഉച്ചകോടിയിലാണ് ആദ്യം വന്നത് ഈ വിഷയം. മരമൊന്നും വെട്ടെടുത്ത് ഭൂമിക്കറി കൂടെ എന്ന് പറഞ്ഞപ്പോൾ ആമസോൺകാർ തന്നെ ആദ്യം കയറി മരമെല്ലാം വെട്ടി. ബ്രസീലുകാർ അവരെന്താന്നിട്ട് പറഞ്ഞത്? ആമസോൺ സിനഡ് കഴിഞ്ഞപ്പോൾ ആദ്യം മരം വെട്ടിയത് ബ്രസീലുകാർ, ആമസോൺകാരാണ്. എന്താ അവർ പറഞ്ഞത്? ഞങ്ങൾക്ക് കൃഷി ഇടമില്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താണ്? മരമൊക്കെ വെച്ച് പിടിപ്പിക്കാമെങ്കിൽ നിങ്ങൾ അവിടെ യുഎൻഐ പേരും തീരുമാനം എടുത്തൊരു കാര്യമില്ല, ഞങ്ങൾക്ക് ജീവിക്കണം, അതുകൊണ്ട് കാശ് തന്നാൽ മരം ഞങ്ങൾ നിലനിർത്താം, അല്ലെങ്കിൽ വെട്ടി ദൂരക്കളയെന്ന് പറഞ്ഞു. അപ്പം അത് അതാണ് ബ്രസീലിൻ്റെ നയമാണ്. അവർ കാടുള്ളവരൊക്കെ സൂക്ഷിച്ചോ, ഞങ്ങളെല്ലാം അത് ബാക്കിയുള്ളവരാരും അവരെല്ലാം അത് അവരുടെ തൊഴിൽ സങ്കേതങ്ങളെല്ലാം അവർ കൃത്യമായിട്ട് നടത്തിക്കൊണ്ട് പോരുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ്റെ സൊല്യൂഷൻസ് ഇതാണ്. എല്ലാ രക്ഷയിലും ശിക്ഷ ഉണ്ടാകും, എല്ലാ രക്ഷയിലും. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നവംബർ മാസത്തിൽ എങ്ങനെയാണ് മഴ പെയ്യണത്? ഞാൻ മഴ കണ്ടിട്ട് പേടിച്ചു പോയി. നമ്മളൊരു 10,000 കുടം എടുത്തിട്ട് ഒരു സ്ഥലത്തേട്ട് കുളിച്ചാൽ എങ്ങനെ ഇരിക്കും? കുടം കമത്തി ഒഴുക്കണ പോലെയാണ് മഴ പെയ്യണത്. അപ്പോൾ ഇങ്ങനെയൊന്നുള്ള ഇത്തരം മഴ നമ്മൾ കണ്ടിട്ടില്ല പണ്ട്. അപ്പോൾ കയ്യിൽ നിന്ന് വിട്ട കളിയായി മാറുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ഒത്തിരി ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടാകാം. പക്ഷേ ക്ലൈമറ്റ് ചേഞ്ച് ആയാൽ എന്ത് ചെയ്യും? ക്ലൈമറ്റ് ചേഞ്ച് ആകണ എന്തുകൊണ്ടാണ്? ഏറ്റവും കൂടുതൽ ചൂടാകണ അറബിക്കടലാണ്. നമ്മുടെ കടലാണ് ഏറ്റവും കൂടുതൽ ചൂടാകണത്. ഭൂമധ്യ രേഖ കൂടി ഉണ്ടാകുക കാരണം ഈ പ്രദേശത്ത് കൂടുതൽ മഴ പെയ്യുകയാണ്. നമുക്ക് സെക്രട്ടേറിയറ്റിൽ പോയി സമരം എടുത്ത് ഭൂമധ്യരേഖ മാറ്റാൻ പറ്റുക? അപ്പോൾ നേരെ സൂര്യൻ വീഴുന്ന സ്ഥലത്ത് കൂടുതൽ ഇനിയുള്ള കാലങ്ങളിൽ കടൽ കൂടുതൽ ചൂടാകും. പണ്ടത്തതല്ല, ഇപ്പോഴത്തെ പുതിയ കടൽ ചൂടാകുന്ന രീതിയിൽ, കടലിൻ്റെ ചൂട് അബ്സോർവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവർ ഓസോൺ പാളി അതിൻ്റെ ദൂരം എന്നൊക്കെ അൾട്രാ വയലറ്റ് നേരെ വീഴുന്നു, അതുകൊണ്ട് കടൽ ചൂടാകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാവുന്നല്ലാതെ എങ്ങനെ കൺട്രോൾ ചെയ്യും? ഇത് കൊച്ചു വിഷയമൊന്നുമല്ലല്ലോ, ഇത് ആഗോള വിഷയവുമല്ല, പ്രാപഞ്ചിക സബ്ജക്റ്റാണ്, കോസ്മിക് പ്രോബ്ലമാണ്. അല്ലാതെ നമ്മുടെ ഒരു ഫാമിലി പ്രോബ്ലമല്ല, കോസ്മിക് പ്രോബ്ലമാണിത്. ഇതിനെ കൈകാര്യം ചെയ്യാൻ ശാസ്ത്രത്തിനും പറ്റത്തില്ല. കടൽ ചൂടാകുന്നതനുസരിച്ച് ന്യൂനമർദ്ദങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ന്യൂനമർദ്ദം ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് എന്താണ്? എന്തായാലും ഒലിച്ചു പോയ ആൾക്കാരെ കാണാൻ കൂടിയില്ല. ഇപ്പം പെട്ടെന്നല്ലേ സംഭവം ഉണ്ടായത്. എനിക്ക് ഏറ്റവും വലിയ മനുഷ്യൻ്റെ മനസ്സ് ഇടിഞ്ഞു പോകുന്നൊരവസ്ഥയാണ്. ഇതിന് ദൈവത്തിന് മാത്രമേ, അതുകൊണ്ടാണ് ഈ ആരാധന വെക്കുമ്പോൾ എൻ്റെ മക്കളിപ്പോൾ പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു അച്ഛനുമായിട്ട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ എപ്പോഴും കടലോരത്താണ് കൂടുതൽ പ്രവർത്തിക്കുന്നത്. കടൽ കയറുമ്പോഴും അതിനുവേണ്ടി ഹൈക്കോടതി വരെ പോയി കേസൊക്കെ നടത്തി. കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട് നടത്തണമുണ്ടായിരുന്നു. 2 കേസ് ഇപ്പോൾ ഇവിടെ ഉണ്ട്. കടൽ കയറിയതിന് ഗവൺമെൻറ് തിരിഞ്ഞു നോക്കാത്തപ്പോൾ റോഡിന് ഉപരോധിച്ചതിൻ്റെ പേര് 2 കേസുണ്ട്. നാളെയുണ്ട് കേസ്. ഇപ്പോൾ നാളെ രാവിലെ ഞാനില്ല, കേസിന് പോകണം. ജനങ്ങൾക്ക് വേണ്ടി നിന്നതിൻ്റെ പേരിലാണ്.
അപ്പോൾ ഇതുപോലെയുള്ള കേസ് നാളെ ഉച്ചവരെ അച്ഛൻ ഇല്ലാതെ ഉള്ളൂ, ഉച്ച കഴിഞ്ഞാൽ ഉടനെ വരൂ. ഇപ്പോഴത്തെ ഒരു രീതി അറിയാമല്ലോ, തിങ്കളാഴ്ച അച്ഛനുള്ള ദിവസം ഏതാണ്? തിങ്കളാഴ്ച, ബുധനാഴ്ച, പിന്നെ വെള്ളി, ശനി, 4 ദിവസങ്ങളിലേ ഫുൾ ടൈം ഇവിടെ നിൽക്കുകയാണ്. എല്ലാവരും എടുക്കും. ഉടമ്പടി 1 പുതുക്കിയവരെ, 2 പുതുക്കിയവരെ, 3 പുതുക്കിയവരെ, 4 പുതുക്കിയവരെ മാക്സിമം എടുക്കും. 100-120 പേര് വരെ എടുത്തുമ്പോൾ കാലിൽ ഇങ്ങനെ നീര് ഇങ്ങനെ വരും. അതൊന്നും പ്രശ്നമൊന്നുമില്ല. എനിക്ക് 10 കൊല്ലമായിട്ട് കിഡ്നി പ്രോബ്ലം ഉള്ള ആളാണ്. എന്നെ കണ്ടാൽ നിങ്ങൾക്ക് തോന്നുക ഇല്ല, ഞാൻ എൻ്റെ 24 മണിക്കൂർ വർക്കാണ്. എന്താ കാര്യം? കർത്താവിൽ ആശ്രയിച്ച് ഞാൻ അമ്മയോട് പറയും, അമ്മയുടെ ഇഷ്ടം പോലെയൊക്കെ ചെയ്താൽ മതി എന്ന് പറയും. ദൈവത്തെ ആവശ്യമില്ലാത്തൊരു കാര്യം നിർബന്ധിക്കത്തില്ല. എനിക്ക് പക്ഷേ ആന്തരിക അഭിഷേകം തന്ന് എൻ്റെ ഒരു അത്രയും ക്രിയാറ്റീവ് വേറെ ആൾക്കാരുള്ളതാണെങ്കിൽ ഒരു വർക്കും ചെയ്തില്ല അവർ. പക്ഷേ എനിക്ക് ആന്തരിക അഭിഷേകം കർത്താവ് തന്ന്. ആന്തരിക അഭിഷേകം 1 കൊല്ലമല്ല, 10 കൊല്ലമല്ല. ഇന്ന് ഒരു 10 കൊല്ലം മുമ്പാണ് ഡയഗ്നോസ് ചെയ്തത്. ഇതൊന്നും വിഷയമല്ല മക്കളെ. ഇതിന് രോഗത്തിന് 2 സൗഖ്യം കിട്ടും നമുക്ക്. ഒന്ന്, രോഗം തന്നെ കർത്താവ് സൗഖ്യപ്പെടുത്തും. മറ്റൊരു രോഗത്തെ കൺട്രോൾ ചെയ്തുകൊണ്ട് നമുക്ക് ആന്തരിക അഭിഷേകം തരും. ആന്തരിക അഭിഷേകം തന്നു കഴിഞ്ഞാൽ എൻ്റെ ഈ കാലങ്ങളിലാണ് എൻ്റെ വർക്കുകളെല്ലാം ഞാൻ ചെയ്തത്. 1000 പേജുള്ള ആത്മകഥ എല്ലാം എഴുതിയത് ഈ കാലത്താണ്. ഇക്കാലത്ത് കുറേ അധികം വർക്കുകൾ ചെയ്ത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ഇതൊന്നും രോഗമൊന്നും നമ്മളെ ബാധിക്കത്തില്ല, വേർപെടുത്തത്തില്ല. കാര്യം അതിനൊരു ആന്തരിക. അപ്പം നിങ്ങളെ പ്രാർത്ഥിക്കുന്നവർ ഉടമ്പടി 2 കാര്യങ്ങൾ സംഭവിക്കും മക്കളെ. ചില കാര്യങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ആന്തരിക അഭിഷേകമാണ്. ഇപ്പം അമ്മയോട് അമ്മയുടെ തന്നെ കാര്യം തന്നെ എന്ത്? സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. സത്രത്തിൽ അവർക്കിപ്പോൾ 2:7 വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:7 എന്താണ്? സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ഒരു യുവതിയെ സംബന്ധിച്ചിടത്തോളം ചാണാക്കുഴിയെ പെറ്റുകിടക്കുന്നതും അതാ ഈ യുദ്ധത്തിൽ പരാജയപ്പെടുകയാണ്. പണമില്ലാത്തതിൻ്റെ പേരിൽ ഔസേപ്പിതാവും മാതാവും ബെത്ലഹേമിൽ പരാജയപ്പെടുകയാണ്. എന്താ കാര്യം? പണമുള്ളവരെല്ലാം കയറി ഓരോരോ അവിടെ വന്ന ടൂറിസ്റ്റുകളെല്ലാം എല്ലാ വീടുകളിലും കയറി താമസിച്ചു. ഇവർക്ക് അത്രയും കാശില്ലാത്തത് കൊണ്ട് അവർ ചാണാക്കുഴി കിടക്കേണ്ടി വന്നു, അത്രയേ ഉള്ളൂ. വേറെ കാര്യങ്ങളൊന്നുമില്ല. എന്ത് സംഭവിച്ചൊന്നുമല്ല. അത് എങ്ങനെയാണ് അവർ ഫീൽ ചെയ്തത്? അമ്മയ്ക്കത് ഫീൽ ചെയ്തില്ല. എന്താണ്? അമ്മ രാത്രി പെറ്റതറിഞ്ഞ് അട്ടടയന്മാർ വരുമ്പോൾ അവർ വന്നിട്ട് പോകുമ്പോൾ പെറ്റതറിയാൻ വേണ്ടി വരികണേ. അമ്മയുടെ അനിയത്തിയൊന്നുമല്ല വരണത്. ആരാ വരുന്നത്? ആട്ടിടയന്മാരാ വരുന്നത്. ആൻറ്റിമാരും ബന്ധുക്കളൊന്നുമല്ല വരുന്നത്. ആട്ടിടയന്മാർ, ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ. അവർ വന്ന് നോക്കി നിന്നിട്ടും പോകുമ്പോഴേ എന്താ പറയണത്? ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്ന്. ആരാണ്? നടന്ന എല്ലാ വിഷയങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഹൃദയത്തിൽ ആരാണ്? ദൈവത്തിന് കൊടുത്തു എന്ന്. അപ്പം ചില കാര്യങ്ങൾ ദൈവത്തിന് കൊടുക്കാനാണ്. ചിലപ്പോൾ അതിന് ചിലപ്പോൾ ദൈവത്തിന് കൊടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ. ദൈവം നമുക്ക് തരുകയും തരാതിരിക്കണതൊന്നും നമ്മുടെ സന്തോഷത്തിൻ്റെയോ ദുഃഖത്തിൻ്റെയോ വിഷയമല്ല. ഇതാണ് ഉടമ്പടി ജ്ഞാനമാർഗം എന്ന് പറയുന്നത്. ഉടമ്പടിയിലൊരു ജ്ഞാനമാർഗമുണ്ട്, ഭക്തിമാർഗമുണ്ട്, അതിൻ്റെ പ്രാർത്ഥന. കർമ്മമാർഗമുണ്ട്, നമ്മൾ കൊടുക്കുന്ന പത്രം കൊടുക്കുന്നതും രോഗികളെ ശുശ്രൂഷിക്കുന്നതും അതിൻ്റെ കർമ്മമാർഗം. ജ്ഞാനമാർഗം എന്ന് പറയുന്നത് ഉടമ്പടിയിൽ നടക്കാൻ വൈകുന്ന വിഷയങ്ങളെ ഓർത്ത് ആവശ്യമില്ലാതെ ഉത്കണ്ഠപ്പെടാതിരിക്കുന്നതാണ്. ദൈവത്തിന് കൊടുത്തുകൊണ്ട് പ്രത്യാശയോടെ ജീവിക്കുന്നതാണ് ഉടമ്പടിയിലെ ജ്ഞാനമാർഗം. ഇത് കംപ്ലീറ്റ് പ്രെയറാണിത്, കംപ്ലീറ്റ് പ്രോജക്റ്റാണ് ദൈവത്തിൻ്റെ. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഉടമ്പടിക്ക് ഒത്ത് വളർന്നു വരുമ്പോൾ ഇവിടെ മാത്രമല്ല, നിത്യതയിലും മനുഷ്യൻ വളരും. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഏറ്റവും പ്രാർത്ഥിക്കുക, അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കാലാവസ്ഥ വ്യതിയാനത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഭൂമിയിലെ രാജ്യങ്ങൾക്കോ ശാസ്ത്രങ്ങൾക്കോ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത കാലാവസ്ഥ വ്യതിയാനത്തെ
ഭൂമിയുടെ താപത്തെ, കടൽ വെള്ളം ചൂടാകുന്ന അവസ്ഥകളെ, അത് ന്യൂനമർദ്ദമായി മാറുന്ന അവസ്ഥകളെ, അത് വെള്ളപ്പൊക്കമായി മാറുന്ന അവസ്ഥകളെ, മനുഷ്യന്റെ ജീവനം സ്വത്വം അപഹരിക്കുന്ന പ്രകൃതിയുടെ അവസ്ഥകളെ, ഈശോയെ, ലോകത്തെ സൃഷ്ടിച്ചവനെ, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനെ, നിന്റെ തിരുസന്നിധിയിലെ പ്രപഞ്ചമാതാവായ കൃപാസന അമ്മയുടെ മധ്യസ്ഥതയിലെ സുനാമി ഉണ്ടാകാൻ പോകുന്ന കാലഘട്ടങ്ങളിലെ ദുരന്തം ഉണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്ന് ലോകത്തിന് മുന്നറിയിപ്പ് നൽകിയ മാതാവിന്റെ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷീകരണത്തെ അനുസ്മരിച്ചുകൊണ്ട് ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ പ്രകൃതിയുടെ സമാധാനത്തിന് വേണ്ടി, അത് മനുഷ്യന് ജീവജാലങ്ങൾക്ക് അനുകൂലമായി ശാന്തമാകാൻ വേണ്ടി കടലിനോട് അടങ്ങുക എന്ന് പറഞ്ഞ കർത്താവേ, നിന്റെ കരങ്ങള് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ മേൽ ഇപ്പോൾ ഉയർത്തണമേ, പരിശുദ്ധമ്മേ, പ്രകൃതിയുടെ അമ്മേ, പരിശുദ്ധ ദേവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കണമേ. യേശുവിന്റെ നാമത്തിലെ കാലാവസ്ഥ വ്യതിയാനങ്ങള് ദൈവം സൃഷ്ടിച്ചവ ദൈവം തന്നെ ഈ നിമിഷം മനുഷ്യന്റെ പ്രാർത്ഥനകളാല് വിശ്വാസത്താല് ക്രമീകരിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ മക്കളെ, രോഗമുള്ള എല്ലായിടത്തും കൈവെക്കണം. നിങ്ങൾ ശിരസ്സിന് രോഗമുള്ളവര്, ഉദരത്തിന് സിസ്റ്റുള്ളവര്, ഗർഭാശയത്തിന് സിസ്റ്റുള്ളവര് അടിവയറ്റി കൈവെക്കണം. മക്കളില്ലാത്തവരും അടിവയറ്റി കൈവെക്കണം. നൂറുകണക്കിന് സാക്ഷ്യങ്ങൾ ഈ മേഖലയിൽ നമുക്കുണ്ട്. ദൈവം നമ്മളെ അനുഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വാസത്തെ കൈവെക്കാം. നീരൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ കൈവെക്കാം. രക്തസ്രാവ രോഗികൾ, മൂത്രം വിട്ടുപോകുന്നവരും മൂത്രം വിട്ടുപോകാത്തവരും ഒക്കെ അടിവയറ്റി കൈവെക്കേണ്ടതാണ്. മൂത്രം അറിയാതെ പോകുന്ന ആൾക്കാരുണ്ട്, മൂത്രം പോകാതെ ഇരിക്കുന്നവരുണ്ട്, മലം പോകാതെ ഇരിക്കുന്നവരുണ്ട്. അടിവയറ്റി കൈവെക്കേണ്ടതാണ്. അനേക ആയിരങ്ങളെ സുഖപ്പെടുത്തിയ അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിലെ ദിവാരാധന നടക്കുന്ന ഒരു മുഹൂർത്തമാണിത്. ആ ഒരു ബോധം നിനക്കുണ്ടാവണം. ശരീരം ആസകന വേദനയും വിസർപ്പവും സോറിയാസിസും ത്വക്കലർജിയൊക്കെ ഉള്ളവർ കൈ ശരീരം മുഴുവൻ ഇങ്ങനെ സ്വസ്തിക പോലെ പിടിച്ച് മൊത്തം ബോഡി കർത്താവിനെ ഏൽപ്പിക്കണം. ഹൃദയത്തിന് വേദനയും അതുപോലെ തന്നെ ബ്ലോക്കൊക്കെ ഉള്ളവർ നെഞ്ചിൽ കൈവെക്കണം. ഗർഭിണികളെ വയറിൽ കൈവച്ച് പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങൾക്ക് അസുഖമുള്ളവരില്ലേ, പൊടിക്കുഞ്ഞുങ്ങളൊക്കെ പലതരത്തിലുള്ള അസുഖം അനുഭവിക്കുന്നവർ, ഹൃദയത്തിന് ബ്ലോക്ക് ഉണ്ടെന്ന് പറയുന്നവരും ദൂരം ഉണ്ടെന്നൊക്കെ പറയുന്ന കുഞ്ഞുങ്ങളില്ലേ, കുഞ്ഞുങ്ങളെ കൈവെക്കണം. ആ ഹൃദയത്തിലൂടെ കൈവെക്കണം. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ മക്കളെ വിശ്വാസപ്രമാണം ചൊല്ലിയാൽ മതി, ഒരു കുഴപ്പമില്ല. വിശ്വാസപ്രമാണം അറിയാൻ പാലാത്തവർ യേശു കർത്താവാണ്, യേശു കർത്താവാണ്, യേശു കർത്താവാണ്, ദൈവം അവനെ മരിച്ചോന്ന് ഉയർപ്പിച്ചു, ദൈവം അവന് മരിച്ചോന്ന് ഉയർപ്പിച്ചു, ദൈവം അവന് മരിച്ചോന്ന് ഉയർപ്പിച്ചു, ഞാനത് വിശ്വസിക്കുന്നു, ഞാനത് പ്രഖ്യാപിക്കുന്നു. അത്രയും പറഞ്ഞാൽ മതി. യേശു കർത്താവാണ്, ദൈവം അവനെ മരിച്ചോന്ന് ഉയർപ്പിച്ചു, ഞാനത് പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക് അത്ഭുതം കാണാൻ പറ്റും. വിശ്വാസപ്രമാണം അറിയാവുന്നവരത് ചെല്ലണം. അറിയാൻ പാടില്ലാത്തൊരുത്തരെ പറഞ്ഞാൽ മതി, യേശു കർത്താവാണ് പറഞ്ഞേ, ദൈവം അവനെ മരിച്ചോന്ന് ഉയർപ്പിച്ചു, ദൈവം ഉയർപ്പിച്ചതുപോലെ, ദൈവം യേശുക്രിസ്തു ഉയർപ്പിച്ചതുപോലെ അത് വിശ്വസിക്കുന്ന ഞങ്ങളുടെയും ശരീരങ്ങളെ അവൻ ഉയർപ്പിക്കും. മക്കളെ, എല്ലാ മേഖലകളിലും കൈവെക്കുക. നടുവേദന ഉള്ളവരെ, കിഡ്നി രോഗമുള്ളവരെ കിഡ്നിയിൽ കൈവെക്കണം. അച്ചപരിചയിക്കണ പോലെ നടുവേദനയുള്ളവർ നടുവിൽ കൈവെക്കണം. മക്കളെ സന്തോഷത്തോടെയും വിശ്വാസത്തോടെ കേൾക്കണം. ഉറക്കമില്ലാത്തവരെ ഞാൻ കാണുന്നുണ്ട്. പ്രഷർ കയറിയവരെയും ഷുഗർ കയറിയവരെയും വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. വെറുതെ നിറങ്ങി വരുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. കണ്ണിന് കാഴ്ച കുറവുള്ളവരെ, തിമിരം കയറിയവരെ, കട്ടക്സിൻ്റെ അസുഖമുള്ളവരെ, മുക്കിന് അഡിനോയിഡിൻ്റെ അസുഖമുള്ളവരെ,
അവിടെയെല്ലാം കൈവെക്കുക. മൂക്കിൽ ദശ വളരുന്നവർ കൈവെക്കുക. ചെവിൻ്റെ പഴുപ്പ് വരുന്നവർ, ചെവി കേൾക്കാൻ പാടില്ലാത്തവർ കൈവെക്കുക. തൈറോയ്ഡ് രോഗികൾ തൊണ്ടയിൽ കൈവെക്കുക. സ്പോണ്ടിലോസിസ് അസുഖമുള്ളവർ പിൻകഴുത്തിൽ കൈവെക്കുക. കർത്താവേ, നിന്നെ ഞാൻ നിങ്ങളെ രക്ഷകനായി ഏറ്റു പറയുന്നു. ശരി കർത്താവേ, ഈ നിമിഷം ഓരോ മക്കൾ ഓരോ വിഷയത്തെ കൈവച്ച് പരീക്ഷ എഴുതാൻ പോകുന്ന മക്കളെ ഇടത് കൈ വലത് കൈയുടെ ചുവട്ടിൽ നാടിയിലെ ഇടത് കൈ കൊണ്ട് പിടിച്ച് കർത്താവിന് കൈ ഏൽപ്പിക്കുക. പരീക്ഷ എഴുതാൻ പോകുന്നവരെ ഇടത് കൈ കൊണ്ട് വലത് കൈയുടെ നാടി പിടിച്ച് കർത്താവെ എൻ്റെ കൈയിനെ ആശീർവദിക്കണമേ എന്ന് പറയണം. എല്ലാ പരീക്ഷകളും നിൻ്റെ കഴിവിനേക്കാളുപരി കർത്താവിൻ്റെ കൃപയിൽ നിന്നെ സഹായിക്കാൻ പോകുന്ന സ്വർഗം തുറക്കുന്ന വലിയ നിമിഷമാണ്. കല്യാണം ഒത്തുവരാത്തവർക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കാം. മക്കളില്ലാത്തവർക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കാം. കുടുംബസമാധാനം ഇല്ലാത്തവരും ഭാര്യ ഭർത്താവ് അകന്നു പോകാൻ പോകുന്നവരും, വസ്തുവും വീടും നഷ്ടപ്പെട്ടവരും, വസ്തുവില്ലാത്തവരും, സ്ഥലമില്ലാത്തവരും, വസ്തുവും വീടും ഇല്ലാത്തവരെ, ജോലിക്ക് വേണ്ടി പ്രസവിക്കുന്നവർ, ജോലിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെ എല്ലാവരെയും സ്വച്ഛ പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെ, പലതരത്തിലുള്ള ഗ്രൂപ്പിസവും വഴക്കുമൊക്കെ നിൽക്കുന്ന കാരണം പ്രതികാരത്തോടുകൂടി നിൻ്റെ ജോലിയിൽ നിന്നെ ഡീപ്രമോട്ട് ചെയ്തവർക്ക് വേണ്ടി നീ കർത്താവിനൊന്ന് ക്ഷമിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, ഇപ്പോഴനേകം മക്കളെ ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശോ, എൻ്റെ കർത്താവെ, നീ ആരെയും കൈവിട്ട് കളയരുത്. കർത്താവെ, ഞങ്ങൾ അങ്ങനെ വചനത്തെ വിശ്വസിക്കുന്നു. കർത്താവെ, ഹെബ്രായർ 13:5 പ്രാർത്ഥിക്കുന്നു. ഒരു കാരണവശാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയോ അവഗണിക്കുകയില്ല. കർത്താവെ, നിന്റെ വിശുദ്ധ രക്തം, കർത്താവെ, നിന്റെ വിശുദ്ധ രക്തം, കർത്താവെ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരിൽ കർത്താവെ നിന്റെ തിരുമറുവാർന്ന വലതുകരം വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരിൽ കർത്താവെ നിന്റെ തിരുമറുവാർന്ന വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മരുന്നോ ലേപനോ അല്ല കർത്താവെ, മരുന്നോ ലേപനോ അല്ല കർത്താവെ, അങ്ങയുടെ വചനമാണല്ലോ കർത്താവെ അങ്ങയുടെ മക്കളെ സുഖപ്പെടുത്തുന്നത്. കർത്താവെ, നിന്റെ തിരുമറുവാർ വലതുകരം കർത്താവെ സദ്യബന്ധങ്ങളിലെ മാംസപേശികളിലെ രക്തഞരമ്പുകളിലെ ശരീരകോശങ്ങളിൽ കർത്താവെ നിന്റെ രക്തത്തിൻ്റെ മുദ്ര പതിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അസ്ഥിപിണ്ഡങ്ങൾ, വാതരോഗികൾ കർത്താവെ, യേശുവിൻ്റെ കിടപ്പ് രോഗികളെ കർത്താവ് സ്പർശിക്കണമേ. അവരെ താങ്ങുന്നവർ കർത്താവെ, അവരെ പരിചരിക്കുന്നവരെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക കടമുള്ളവർ, ഫാക്ടറികളിൽ നിന്ന് പോയവരെ, കടകൾ പൂട്ടിപ്പോയവർ, കടക്കാർ കർത്താവ് വളയുന്നവർ, ജപ്തി നടപടി വന്നവരെ, ലേലത്തിലായിപ്പോയവർ, വസ്തു ലേലത്തിലായിപ്പോയവർ, കർത്താവ് മക്കൾക്ക് ജോലി കിട്ടാത്തവർ, കർത്താവ് അവർക്ക് വിസ റെഡിയാകാത്തവർ, ലിവിങ് ഓർഡർ റെഡിയാകാത്തവർ, കർത്താവ് വർക്ക് പെർമിറ്റ് കിട്ടാത്തവർ, കർത്താവ് പാസ്പോർട്ട് എക്സ്പയർ ആകാൻ പോകുന്നവർ, വിസ കിട്ടാത്തവർ, കർത്താവ് വിസയുടെ അപ്ഡേറ്റ് കർത്താവ് അത് കാലഹരണപ്പെടാൻ പോകുന്നവർ എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാ മത്സര പരീക്ഷകളും യോഗ്യതാ പരീക്ഷകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ, അങ്ങനെ വിശുദ്ധമായ വലത്തുകരം കർത്താവ് ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിന്റെ രക്തം ശക്തിപ്രകടനെ, കർത്താവ് ശിരസ്സിൽ കർത്താവിന്റെ വിശുദ്ധ രക്തം, കർത്താവിന്റെ വിശുദ്ധ രക്തം, മാർഗരോഗങ്ങള്, കർത്താവിന്റെ വിശുദ്ധ രക്തം ശിരസ്സിൽ കർത്താവ് തളിക്കപ്പെടട്ടെ. മാർഗരോഗങ്ങള്, വേദികള്, ജീവിത ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള് ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് 35 വർഷം അർപ്പിച്ച പരിശുദ്ധ കൃപയുടെ ശക്തിയാൽ യേശുവിന്റെ ഉന്നതമായ നാമത്തില് കർത്താവെ പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തില് മാർഗരോഗങ്ങള്, വേദികള്, ദുരിതങ്ങള്, തടസ്സങ്ങള്, കോടതി കേസുകള്, പോലീസ് കേസുകള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ.